മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഫിൻടെസ്റ്റിൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്, അതൊക്കെ ശരിയാണോ എന്നൊക്കെ നോക്കണ്ടേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും +1 വന്നിട്ട് ഒരു എക്സാം എഴുതുന്നത് അല്ലേ. അപ്പം നമ്മുടെ 10th പോലെയല്ല, നമ്മുടെ +1 എത്തിയപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ പാറ്റേണും അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. കുറേ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 4 മാർക്കിനും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പബ്ലിക് എക്സാമിന് വരെ ചോദിക്കുന്ന പാറ്റേൺ. ഇങ്ങനെയാണ്. 1 മാർക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ ഓപ്ഷൻ ഉണ്ടാവും, വിത്ത് ഓപ്ഷൻ ഉണ്ടായിരിക്കും. വേണമെങ്കിൽ 1-2 നിങ്ങൾക്ക് ഒഴിവാക്കാം. നമ്മളിവിടെ 40 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഇട്ടത്. ശരിക്കും നമ്മുടെ എക്സാമിന് 60 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ കുറച്ചും കൂടി എണ്ണം കൂടുന്നേ ഉള്ളൂ. പക്ഷെ പാറ്റേൺ ഇത് തന്നെയാണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വിത്ത് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒഴിവാക്കുകയൊക്കെ ചെയ്യാം. പിന്നെ 2 മാർക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ 3 മാർക്കിൻ്റെ, 4 മാർക്കിൻ്റെ, ഇങ്ങനെയാണ് നമ്മുടെ പാറ്റേൺ ഇരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ആദ്യത്തെ ഫിൻടെസ്റ്റ് എഴുതിയപ്പോൾ തന്നെ നമുക്ക് എങ്ങനെ എക്സാം എങ്ങനെയാണ്, ടഫാണോ അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ഇനി ബേജാറൊന്നും ആവണ്ട. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എഴുതിയത് ശരിയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കിടക്കുന്നത് ഫസ്റ്റ് പാർട്ടിലേക്കാണ്. ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്കറിയാം എന്തായിരുന്നു? 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ. എങ്ങനെയായിരുന്നു? ആൻസർ എനി 8 questions from 1 to 9. Each carries 1 score അല്ലേ. 1 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ എത്ര എഴുതിയാൽ മതി? നമ്മൾ 8 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. 9 ക്വസ്റ്റ്യൻ നമുക്കുണ്ട്, പക്ഷെ നമുക്ക് എത്ര എഴുതിയാൽ മതി? 8 ക്വസ്റ്റ്യൻ വരെ എഴുതിയാൽ മതി. അത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. നമുക്ക് എപ്പോഴും മാർക്ക് പോവാറുള്ളതും ഈ ഭാഗത്തു നിന്നാണ്. നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മാർക്ക് പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കെമിസ്ട്രിക്ക് കൂടുതൽ കുട്ടികൾക്ക് മാർക്ക് പോകുന്നത് ഈ 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ നന്നായിട്ട് തറോ ആയിട്ട് ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അവിടെ പരിശോധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് കടന്നു വരാം. അസേർഷൻ, റീസണിങ് ടൈപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കെല്ലാം നിങ്ങൾ 10th കണ്ടതാണ്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം വരാൻ ചാൻസ് ഉള്ളത് ഫസ്റ്റ് ഏരിയയിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫിൻടെസ്റ്റിലെ ആ ഭാഗം ഒന്ന് നോക്കിയാലോ. നിങ്ങൾ എഴുതിയൊക്കെ ശരിയാണോ നമുക്കൊന്ന് പരിശോധിച്ചാലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലെ മൊളാലിറ്റിയിലെ റിയാക്ഷൻസ് ഓഫ് സൊല്യൂഷൻ, റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് സം ബേസിക്കിന്റെ ലാസ്റ്റ് ഭാഗം നമ്മൾ പഠിച്ചതാണല്ലോ. മൊളാലിറ്റി എന്താണ്, മാസ് പെർസെൻറ്റേജ് എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കുറച്ചൊന്ന് ആലോചിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. ഒന്ന് നിങ്ങളെ ചിലപ്പോൾ ഒന്ന് വട്ടം കറക്കിയിട്ടുണ്ടാവാം. ഒന്ന് ആദ്യം തന്നെ വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിരുത്തി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. ദ മൊളാലിറ്റി ഓഫ് എ സൊല്യൂഷൻ ഈസ് 2m ആണ്. അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. 25 ഡിഗ്രി സെൽഷ്യസിൽ ഒരു സൊല്യൂഷൻ്റെ മൊളാലിറ്റി ദാറ്റ് ഈസ് 2m ആണ്. മൊളാലിറ്റി ആയതുകൊണ്ടാണ് നമ്മൾ സ്മോൾ ലെറ്റർ എമ്മിലാണ് അതിൻ്റെ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് അല്ലേ. വാട്ട് വിൽ ബി ഇറ്റ്സ് മൊളാലിറ്റി അറ്റ് 50 ഡിഗ്രി സെൽഷ്യസ്? 50 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ അതിൻ്റെ മൊളാലിറ്റിക്ക് എന്ത് ചേഞ്ച് വന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അസ്യൂമിങ് നോ ഇവാപറേഷൻ ഒക്കേഴ്സ്. ഇവാപറേഷൻ ഒന്നും നടക്കുന്നില്ല എന്ന് അസ്യൂം ചെയ്യാം. അടക്കട്ടെ, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കടാം. മൊളാലിറ്റിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം എന്താ മൊളാലിറ്റി. മൊളാലിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ് അല്ലേ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെയാണ്? മാസ് ഓഫ് സോൾവെന്റ് കിലോഗ്രാം ആണ്. അങ്ങനെയാണ് നമ്മൾ മൊളാലിറ്റിനെ പറയാറുള്ളത് അല്ലേ. എന്നാൽ മൊളാലിറ്റി എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ എന്തിലാണ്? വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ് നമ്മുടെ മൊളാലിറ്റി. നമ്മളോട് മൊളാലിറ്റി അല്ല ചോദിച്ചത്, മൊളാലിറ്റി ആണ് ചോദിച്ചത്. നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ് അല്ലേ. മൊളാലിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാമിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? മൊളാലിറ്റി എന്ന് വിളിക്കാറുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം മൊളാലിറ്റി ഒരിക്കലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാറില്ല. ടെമ്പറേച്ചർ മാറി എന്ന് കരുതിയിട്ട് സോൾവെന്റിന്റെ മാസിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ മൊളാലിറ്റി എന്ന് പറയുന്ന ടേം ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ 25 ആയിക്കോട്ടെ, 50 ആയിക്കോട്ടെ, 60 ആയിക്കോട്ടെ, 70 ആയിക്കോട്ടെ, 80 ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് ഇവിടെ എന്ത് ചെയ്യില്ല? മൊളാലിറ്റിക്ക് നോ ചേഞ്ച്. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് മാറുന്ന ഒരു ടേം അല്ല നമ്മുടെ മൊളാലിറ്റി. എന്നാൽ മൊളാലിറ്റി എങ്ങനെയാണോ? മൊളാലിറ്റി എങ്ങനെയല്ല. മൊളാലിറ്റി ആണെങ്കിൽ ടെമ്പറേച്ചറിനനുസരിച്ച് എന്ത് മാറും? മൊളാലിറ്റി മാറും. കാരണം മൊളാലിറ്റി എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്.
ടെമ്പറേച്ചർ മാറിയാൽ നമ്മുടെ വോളിയം മാറും. അപ്പൊ താഴെ ടേം മാറിയാൽ മൊളാലിറ്റി ചേഞ്ച് ആവുമായിരുന്നു. അതൊരു ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ക്വാണ്ടിറ്റിയാണ്. എന്നാൽ മൊളാലിറ്റി ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ തന്ന മൊളാലിറ്റിക്ക് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ത് തന്നെയാണ്? ബി തന്നെയാണ്. 2m തന്നെയാണ് നമ്മുടെ മൊളാലിറ്റി ഉണ്ടാവുക കേട്ടോ. അപ്പൊ മൊളാലിറ്റിക്ക് ഒരു ചേഞ്ചും വരില്ല എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ഓക്കെ ആണല്ലോ. 25 ഡിഗ്രി സെൽഷ്യസ് ആയിക്കോട്ടെ, 50 ഡിഗ്രി സെൽഷ്യസ് ആയിക്കോട്ടെ, മൊളാലിറ്റി ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് മൊളാലിറ്റി അതിന്റെ ആൻസർ എന്ത് വരും? ബി ആണ് നമ്മുടെ ആൻസർ, 2m. എത്ര പേരത് ശരിയായിട്ടുണ്ട് അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനും നമ്മുടെ സം ബേസിക് കൺസെപ്റ്റ് എന്നാണ്. നമ്മളോട് എന്താ ചോദിച്ചത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എക്സ്പ്ലൈൻഡ് ബൈ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ഡാൾട്ടൺ അറ്റോമിക് തിയറി നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡാൾട്ടന്റെ തിയറി പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഇതെല്ലാം ഡാൾട്ടൺ മൂപ്പരുടെ അറ്റോമിക് തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്. എന്നാൽ ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം എന്ന് പറയുന്ന സാധനം, ഈ ഒരു ലോനെ കുറിച്ച് ആര് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല? ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ത് വരും? ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം. ആൻസർ ഡി ആണ് നമ്മുടെ ആൻസർ അല്ലെ? ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ക്വാണ്ടം നമ്പർ ഡിറ്റർമൈൻസ് ദ ഓറിയന്റേഷൻ ഓഫ് അൻ ഓർബിറ്റൽ? ഇത് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നാണ് അല്ലെ? സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് ക്വാണ്ടം നമ്പേഴ്സ് എന്ന ഭാഗത്തിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ക്വാണ്ടം നമ്പേഴ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. 4 ക്വാണ്ടം നമ്പേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഈ 4 ക്വാണ്ടം നമ്പർ എന്താണെന്നും ഇത് ഓരോന്നും എന്തെല്ലാമാണ് നമുക്ക് തരുന്നത്, ഇറ്റ് ഗീവ്സ്, എന്ത് തരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളോട് ചോദിച്ചത് എന്താ? ഓറിയന്റേഷൻ ഓഫ് അൻ ഓർബിറ്റൽ. ഒരു ഓർബിറ്റലിന്റെ ഓറിയന്റേഷനെ കുറിച്ച് ഐഡിയ തരുന്നത് ഏത് ക്വാണ്ടം നമ്പർ ആണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ? അപ്പൊ നമ്മൾ എന്താ ഓറിയന്റേഷൻ? നമുക്കറിയാം എസിന് ഒരു ഓറിയന്റേഷനേ ഉള്ളൂ. പിക്ക് 3 ഓറിയന്റേഷൻ ഉണ്ട്, PX, PY, PZ. ഡിക്കാണെങ്കിൽ 5 ഓറിയന്റേഷൻ ഉണ്ട്, DYZ, DXZ, DX² - Y² DZ² ഒക്കെ നമ്മുടെ ഡിയുടെ ഓറിയന്റേഷനാണ്. എഫിനാണെങ്കിൽ 7 ഓറിയന്റേഷൻസ് വരും. അതിനെക്കുറിച്ച് നമുക്ക് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനൊന്നുമില്ല. എന്നാൽ ഡി വരെ നമുക്ക് പഠിക്കാനും ഉണ്ട് അല്ലേ? അപ്പോൾ ഓറിയന്റേഷനുകളെ കുറിച്ച് ഐഡിയ തരുന്നത് ഏത് ക്വാണ്ടം നമ്പർ ആണെന്നാണ് നമ്മളോട് ചോദിച്ചത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണോ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണോ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ N, സ്മോൾ ലെറ്റർ N നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അത് മെയിൻ എനർജി ലെവലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ? K, L, M, N അതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അസിമത്തൽ ക്വാണ്ടം നമ്പർ ആണോ? അസിമത്തൽ ക്വാണ്ടം നമ്പറിനെ നമ്മൾ സ്മോൾ ലെറ്റർ എല്ലാം റെപ്രസെന്റ് ചെയ്യുക. അതിന് എന്താ അതൊന്നും കിട്ടുന്നത്? സബ്ഷെല്ലിനെ കുറിച്ചുള്ള ഐഡിയാസ് അല്ലെ? L0 ആണെങ്കിൽ S ആണ്, L1 ആണെങ്കിൽ P ആണ്, L2 ആണെങ്കിൽ D ആണ്, L3 ആണെങ്കിൽ F ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നമ്മൾ സ്മോൾ m അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. സ്മോൾ എമ്മിന്റെ താഴെ ഒരു L ഇട്ടിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. എടാ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ് ഓരോ സബ്ഷെല്ലിന്റെയും ഓറിയന്റേഷനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താണ് ഇവിടെ? സി ആണ് നമ്മുടെ ആൻസർ. പിന്നെ സ്പിൻ ക്വാണ്ടം നമ്പർ നമ്മൾ എന്താ? സ്പിൻ ക്വാണ്ടം നമ്പർ നമ്മൾ +½ അല്ലെങ്കിൽ -½ ഒരു സബ്ഷെല്ലിൽ ഒരു ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് നിൽക്കുന്നതിന്റെ ക്ലോക്ക് വൈസിലാണോ അത് കറങ്ങുന്നത് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസിലാണോ അതിന്റെ റൊട്ടേഷൻ എന്നൊക്കെ മനസ്സിലാക്കി തരുന്നതാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓറിയന്റേഷൻ ഓഫ് ആൻ ഓർബിറ്റൽ എക്സ്പ്ലെയിൻഡ് ബൈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്. ഓക്കെ അല്ലടാ? അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? സി ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? സി ആണ് കേട്ടോ. ശരിയായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. നാലാമത്തെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് ആൻ മെറ്റൽ ഈസ് 3.3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോട്ടോൺസ് ക്യാൻ പ്രൊഡ്യൂസ് ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്? ഏത് ചാപ്റ്റർ? സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്ന ഫിനോമിനൻ, പാർട്ടിക്കിൾ നേച്ചർ ഓഫ് മാറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മുടെ പാർട്ടിക്കിൾ നേച്ചറിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ തന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമ്മളോട് എന്താ ചോദിച്ചത്? വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. വർക്ക് ഫംഗ്ഷൻ ഓഫ് ആൻ മെറ്റൽ ഈസ് 3.3 ഇലക്ട്രോൺ വോൾട്ട്.
വർക്ക് ഫംഗ്ഷൻ ഓഫ് ഒരു മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ 3.3, അതാണ് മിനിമം എനർജി അല്ലെ, 3.3 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ ഏത് ഫോട്ടോണാണ് അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈ മെറ്റലിൽ വന്ന് എന്ത് ചെയ്യണം, ഹിറ്റ് ചെയ്യണം അല്ലെ. മെറ്റലിൽ വന്നിട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഫിനോമിനൻ നമുക്ക് കാണാൻ പറ്റണം, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഫിനോമിനൻ ഉണ്ടാവണം. എന്നുണ്ടെങ്കിൽ ഏത് എനർജിയുള്ള ഫോട്ടോണാണ് ആ മെറ്റലിന് മേലെ വീഴേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ നമുക്കറിയാം വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു മിനിമം എനർജിയാണ്. അതിനേക്കാൾ കൂടിയ എനർജിയുള്ള ഫോട്ടോണ് മാത്രമേ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 3.3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും കൂടുതലുള്ള ഫോട്ടോൺ ആയിരിക്കണം അവിടെ എന്ത് ചെയ്യുന്നത്, ഹിറ്റ് ചെയ്യുന്നത്. 2 ഇലക്ട്രോൺ വോൾട്ട് അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാവുമോ, 3.3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും ചെറുതല്ലേ, അപ്പൊ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഫിനോമിനൻ ഉണ്ടാവില്ല. 3 ഇലക്ട്രോൺ വോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യോ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാവുമോ, ഇല്ല. 3.3 ഇലക്ട്രോൺ വോൾട്ട് സെയിം ഇലക്ട്രോൺ വോൾട്ട് അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാവുമോ, ഇല്ല. 4.5 ഇലക്ട്രോൺ വോൾട്ട് ഫോട്ടോണാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഫിനോമിനൻ ഈ മെറ്റലിന്റെ കേസിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിനേക്കാളും കൂടിയ എനർജി ഉള്ളത് അല്ലെ, 4.5 ഇലക്ട്രോൺ വോൾട്ട്. ഡി ആണ് നമ്മുടെ ആൻസർ. ഇതൊക്കെ വളരെ കൺസെപ്റ്റ് ആയിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനും നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് തന്നെയാണ്. അതിലെന്താണ്, നമ്മുടെ ഹൈഡ്രജൻ സ്പെക്ട്രമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളാണ്. നമുക്ക് ഹൈഡ്രജൻ സ്പെക്ട്രം എല്ലാ കുട്ടികൾക്കും നന്നായിട്ട് അറിയാം അല്ലെ. അതിലുള്ള സീരീസുകളെ കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് നമുക്കറിയാം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു, an electron in a hydrogen atom undergoes a transition from n equal to 4 to n equal to 2. The emitted radiation belongs to, emit ചെയ്ത റേഡിയേഷൻ എവിടെയാണുള്ളത്, ഏത് റേഡിയേഷൻ ആണെങ്കിലും ഏത് സീരീസിനാണ് ഉൾപ്പെടുക എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് n equal to 4ൽ നിന്നാണ് ട്രാൻസിഷൻ അല്ലെ. ട്രാൻസിഷൻ എവിടെ നിന്നാണ്, n equal to 4ൽ നിന്ന് n equal to 2യിലേക്കാണ്. എവിടേക്കാണ്, n equal to 2യിലേക്കാണ്. n equal to 2, n equal to 1ല്, n equal to 1ലേട്ടുള്ള ട്രാൻസിഷൻ നമ്മൾ എന്താ പറയാ, ലൈമാൻ സീരീസ് എന്നാ പറയാ. ലൈമാൻ സീരീസ് n equal to 1 ആണത്, 1ലോട്ടാണ് ട്രാൻസിഷൻ ഉണ്ടാവുക. ബാൾമർ സീരീസ് രണ്ടാമത്തെ എന്താണ്, ബാൾമർ സീരീസ് നമ്മുടെ വിസിബിൾ റീജിയനിലുള്ള അല്ലെ. ബാൾമർ സീരീസ് ആണ് n equal to 2. അപ്പൊ 4ൽ നിന്ന് 2ലേക്കുള്ള ട്രാൻസിഷനെ കുറിച്ചാണ് നമ്മളോട് ചോദിച്ചത്. 4ൽ നിന്ന് 2ലേക്ക് ഏത് ട്രാൻസിഷൻ വരും, ബാൾമർ സീരീസ് ആണ്. 2 എന്ന് പറയുന്ന n equal to 2യിലേക്കാണെങ്കിൽ ബാൾമർ സീരീസ്, n equal to 1ലേക്കാണെങ്കിൽ ലൈമാൻ സീരീസ്, n equal to 3ലേക്കാണെങ്കിൽ പാഷ്യൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, പീഫൺ സീരീസ് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. എവിടേക്കാണ് ട്രാൻസിഷൻ നോക്കുക, അത് ഏതിനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇതെല്ലാം പഠിച്ചതാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താ, ആൻസർ ഈസ് ബി, ബാൾമർ സീരീസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എമംഗ് ദ ഫോളോയിങ് വിച്ച് എലമെന്റ് ഹാസ് ദ ഹൈയസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ് ക്വസ്റ്റ്യൻ. ഈ പീരിയോഡിക് ടേബിളിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഏത് എലമെന്റിനാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ. അക്കോർഡിംഗ് ടു ലിനസ് പോളിംഗ് സ്കെയിൽ ദ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ ഓഫ് ഫ്ലൂറിൻ ഈസ് 4 ആണ്. 4 ആണ് മാക്സിമം വാല്യൂ ഓഫ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. അതുകൊണ്ട് നമുക്കറിയാം ഫ്ലൂറിൻ ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ പീരിയോഡിക് ടേബിളിൽ. കാരണം അതിന് സ്മോളസ്റ്റ് സൈസ് ആണ്, ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. ഷെയർ ചെയ്ത ഇലക്ട്രോൺ പെയേഴ്സും അതിന്റെ ന്യൂക്ലിയസും തമ്മിൽ അട്രാക്ഷൻ കൂടുതലായതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്നാൽ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയാണ് ചോദിച്ചിരുന്നെങ്കിലോ, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയാണ് ചോദിച്ചിരുന്നെങ്കിൽ നമ്മുടെ ആൻസർ ഫ്ലൂറിൻ അല്ല, നമ്മുടെ ആൻസർ ഏതായിരുന്നു, ക്ലോറിൻ ആണ് അല്ലേ. അതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ 6th ക്വസ്റ്റ്യൻ ആയിരുന്നു ഇലക്ട്രോ നെഗറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ദെൻ വളരെ സിമ്പിൾ ആയിട്ട് ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിച്ചു. അറ്റോമിക് നമ്പർ 108 ആണ്. അതിന് IUPAC എങ്ങനെ പേര് കൊടുക്കും എന്ന് നമുക്കറിയാം. ഒന്നാണെങ്കിൽ നമ്മൾ എന്ത് ഡിജിറ്റ് കൊടുക്കും, ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങണം. 0 ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, നിൽ. 8 ഉണ്ടെങ്കിൽ ഡിജിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ഒക്ട്. ലാസ്റ്റ് നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കും, IUM അല്ലെ. നമ്മൾ അതിന് എങ്ങനെ എഴുതുക, ഒരു നെയിം എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങണം, സ്പേസ് ഉണ്ടാവാനൊന്നും പാടില്ല അല്ലെ. അണ്ണിൽ ഒക്ടിയം, അണ്ണിൽ ഒക്ടിയം. സിമ്പിൾ നമ്മൾ എങ്ങനെ കൊടുക്കും, യു സ്മോൾ ലെറ്റർ എൻ സ്മോൾ ലെറ്റർ ഒ, ഫസ്റ്റ് ലെറ്റർ നമ്മൾ ക്യാപിറ്റൽ തുടങ്ങും. ഇതാണ് നമ്മുടെ 108ന്റെ IUPAC നെയിം അല്ലെ. എന്താണ്,
അണ്ണിൽ ഒപ്റ്റിയം. അണ്ണിൽ ഒപ്റ്റിയം. നമ്മുടെ IUPAC നെയിമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ, ഒഫീഷ്യൽ നെയിം ചോദിച്ചിട്ടില്ല. ഒഫീഷ്യൽ നെയിം ചോദിച്ചാൽ നമുക്കറിയാം 108 ഒഫീഷ്യൽ നെയിം എന്താണ്. ഞാൻ എന്താ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? 101 മുതൽ മെന്റലായ നോബലും, ലോ പഠിച്ച റൂദറും, ഡബ് ചെയ്ത സീരിയൽ കണ്ട് ബോറടിച്ച് ഹസ്സലായി മയങ്ങിന. അപ്പൊ 108 ഹസ്സലായിന, ഹാസ്യം. ഹാസ്യമാണ് അതിന്റെ ഒഫീഷ്യൽ നെയിം. ഒഫീഷ്യൽ നെയിം നമ്മൾ ചോദിച്ചിട്ടില്ല, എന്നാലും നമുക്ക് 108 ഒഫീഷ്യൽ നെയിം നമ്മുടെ കോഡ് വെച്ചിട്ട് പറയാൻ പറ്റും അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 108 എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ അതിന്റെ IUPAC നെയിം കണ്ടുപിടിച്ചു. 1 മാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്നതായിരുന്നു. അടുത്തൊരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫിക്കേഷനിൽ നിന്നാണ് ചോദ്യം ചോദിച്ചത്. അസേർഷൻ എന്തായിരുന്നു? അറ്റോമിക് സൈസ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെ അക്രോസ് എ പീരിയഡ്. ഒരു പീരിയഡ് ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യാണ്. തർക്കമില്ല, കുഴപ്പമില്ല, അങ്ങനെ തന്നെയാണ്. റീസൺ എന്താന്ന് പറയുന്നത്? ആ ഒരു ഡിക്രീസിങ്ങിന് കാരണം, അതാണ് റീസൺ എന്ന് പറയുന്നത്. അസേർഷൻ എന്താ പറഞ്ഞത്? ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ് അറ്റോമിക് സൈസ് ഡിക്രീസസ് അക്രോസ് എ പീരിയഡ് എന്നാ. ഓക്കെ, ദെൻ അതിന്റെ റീസൺ പറയുന്നത് effective nuclear charge increases across the period while electrons are added to the same shell. എന്താണ്? ഒരു പീരിയഡിൽ ഇങ്ങനെ പോകും തോറും ആറ്റത്തിന്റെ വലിപ്പം കുറയാൻ കാരണം എന്താണ്? അവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ അല്ലടാ? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ അട്രാക്ഷൻ കൂടുന്നു. അട്രാക്ഷൻ കൂടുക എന്ന് പറഞ്ഞാൽ സൈസ് കുറയുന്നു. ദെൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രോൺസ് ആർ ആഡഡ് ടു ദ സെയിം ഷെൽ എന്ന. ഒരു പീരിയഡിനെ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഷെല്ലിന്റെ എണ്ണത്തിൽ എന്തില്ല? വ്യത്യാസമല്ല. അപ്പൊ സെയിം ഷെല്ലിലോട്ട് തന്നെയാണ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത്. അതിൽ തർക്കമുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? ഇലക്ട്രോൺസ് ആർ ആഡഡ് ടു ദ സെയിം ഷെല്ല്. ശരിയാണ്. ആ സമയം എന്തും കൂടെ കൂടുന്നുണ്ട്? ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുന്നുണ്ട്. അവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. അട്രാക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അട്രാക്ഷൻ കൂടിയാൽ സൈസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞേ? ബോത്ത് A and R are true and R is the correct explanation of A. ശരിയാണ്. പിന്നെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല, നമ്മൾ വേറെ ഏത് ഓപ്ഷൻക്കും പോകേണ്ട ആവശ്യമില്ല. എയും ശരിയാണ്, ബിയും ശരിയാണ്. അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ തന്നെയാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. അപ്പൊ നമുക്ക് എ ആണ് നമ്മുടെ ആൻസർ കേട്ടോ. എയും ആറും എന്താണ്? അസേർഷനും റീസണിങ്ങും ശരിയാണ്. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ 8 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ദെൻ 9ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. വിച്ച് റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇലക്ട്രോൺസ് occupy degenerate orbital singly with parallel spins before pairing. എന്താ പറയുന്നത്? ഇപ്പൊ നോക്കൂ മക്കളെ, 2p4 എന്നതാണ് നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നതെങ്കിൽ p ഓർബിറ്റലിലെ 4 ഇലക്ട്രോണെ നമ്മൾ എങ്ങനെയാണ് ഫിൽ ചെയ്യുന്നത്? 1 2 3 4 ഇങ്ങനെയായിരിക്കണം അല്ലെ. എല്ലാതും എന്തായിരിക്കണം? ആദ്യം ഡീജനറേറ്റ് ഓർബിറ്റൽ px py pz, ഇതെല്ലാം ഈയുടെ ഡീജനറേറ്റ് ഓർബിറ്റൽസാണ്. ഇതിനെല്ലാം സെയിം എനർജിയാ. അപ്പൊ എന്ത് ചെയ്യും? ഓരോ ഇലക്ട്രോൺസും ആദ്യം എന്ത് ചെയ്യുന്നു? ഇതിൽ ഒരേപോലെ പെയറിങ് നടക്കുന്നതിന് മുമ്പ് ഒരേപോലെ എന്ത് ചെയ്യുന്നു? അത് ഫിൽ ചെയ്യുന്നു. പാരലൽ സ്പിൻ അല്ലെ, വിത്ത് പാരലൽ സ്പിൻസ് നോക്കൂ, ഒരേ സ്പിന്നാ. പ്ലസ് ഹാഫ്. അതിനുശേഷം മാത്രമേ എന്ത് നടക്കുള്ളൂ? പെയറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുള്ളൂ. അല്ലാതെ 2p4 നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇങ്ങനെ ഫിൽ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യണം? ആദ്യം ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ത് ചെയ്യണം? പാരലൽ സ്പിന്നോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിനും എന്ത് ചെയ്യണം? ഫിൽ ചെയ്യണം. എന്നിട്ട് മാത്രമേ പെയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുള്ളൂ എന്നാണ് നമ്മുടെ ആര് പറഞ്ഞത്? ഹൺസ് റൂള് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ആൻസർ എന്തായിരുന്നു? ഹൺസ് റൂള്. ഓക്കെ അല്ലേ മക്കളെ? ഇതിൽ ഏതെങ്കിലും 8 മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. 8 എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? അതിൽ ഓപ്ഷനായിട്ട് ഏതെങ്കിലും അറിയാത്ത നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ ഒഴിവാക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ 8 നമ്മൾ ഈ ഒരു 1 മാർക്കിന്റെ പാർട്ടിൽ നിന്ന് എഴുതേണ്ടത്. ഓക്കെ അല്ലേ മക്കളെ? ഈ ഒരു പാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. 40 മാർക്കിന് ക്വസ്റ്റ്യൻസ് ആയിട്ടും ഞാൻ അത് 8 ക്വസ്റ്റ്യൻ നിങ്ങളോട് എഴുതാൻ ആവശ്യപ്പെട്ടത് ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി ഒന്ന് പരിശീലിക്കണം എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് 40 മാർക്കൊക്കെ കുറച്ച് ആ പാർട്ട് കുറയ്ക്കായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് ഈ പാർട്ട് നിങ്ങൾക്കൊന്ന് പരിചയമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇട്ടത്. ദെൻ പാർട്ട് 2 നോക്കാം. ആൻസർ ഇനി 4 ഉള്ളൂ. ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. നമുക്ക് 10 to 14 വരെ 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിൽ 4 ആൻസർ ചെയ്താൽ മതി. എല്ലാത്തിനും എത്ര മാർക്ക് വീതാ? 2 മാർക്ക് വീതാ. അപ്പൊ 4 × 2 8 മാർക്കാണ് നമുക്ക് അവിടെ കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റത്തെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നോക്കടാ. ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് H2 ഉണ്ടാവുന്നു, H2O2 ഉണ്ടാവുന്നു. മോർ ദാൻ 1 പ്രോഡക്റ്റ് അല്ലെ, 2 പ്രോഡക്റ്റ് ഉണ്ടാവുന്നു. ഫോർ എ ഫിക്സഡ് മാസ് ഓഫ് ഹൈഡ്രജന്റെ മാസ് എന്താണ്? ഫിക്സഡ് ആണ്. ദ മാസസ് ഓഫ് ഓക്സിജൻ കമ്പൈനിങ് വിത്ത് ദ റേഷ്യോ 1:2
വിച്ച് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഈസ് ഇലിസ്ട്രേറ്റഡ് ആൻഡ് എക്സ്പ്ലെയിൻ. വളരെ സിമ്പിളാണ്. 2 ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് മോർ ദാൻ 1 പ്രോഡക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒന്നും നിങ്ങൾ ആലോചിക്കരുത്. മോർ ദാൻ 1 പ്രോഡക്റ്റ് ആണെങ്കിൽ മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ലോ ആണത് അല്ലേ. അപ്പോൾ മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്താ പറയുന്നത്? when 2 elements combine to form more than 1 compound, the masses of one element which combine with a fixed mass of the other are the ratio of small whole number ratio. അതൊക്കെ നമുക്ക് ലോ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ഏത് ലോ ആണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. അതിപ്പോൾ H2Oയും H2O2 രണ്ടെണ്ണം തന്നിട്ടുണ്ട്. H2O, H2O2 ഇതാണ് നമ്മുടെ 2 മോർ ദാൻ 1 പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് 2 പ്രോഡക്റ്റ്. ഇതിൽ ഹൈഡ്രജന്റെ മാസ് എത്രയാ? 2 ആണ്. ഇവിടുത്തെ ഹൈഡ്രജന്റെ മാസും 2 ആണ്. രണ്ടും ഫിക്സ്ഡ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഓക്സിജന്റെ ഇവിടുത്തെ മാസ് എത്ര വരുന്നുള്ളൂ? 16 ആണ് അല്ലെ. 16 U ആണ്. ഇവിടെ എത്ര വരും? 2 ഓക്സിജൻ ഉണ്ട്, അപ്പൊ 32 U വരും. അപ്പൊ നോക്കടാ, ഹൈഡ്രജന്റെ ഒരു മാറ്റത്തിന്റെ ഹൈഡ്രജന്റെ ആറ്റത്തിന്റെ മാസ് ഫിക്സ്ഡ് ആണെങ്കിലും ഓക്സിജന്റെ മാസ് 16:32 എന്ന് പറഞ്ഞാൽ 1:2 എന്ന് പറയുന്ന വോൾ നമ്പർ റേഷ്യോയിലാണ് ഓക്സിജനുമായിട്ട് ഹൈഡ്രജൻ കോമ്പിനേഷൻ നടന്നിട്ടുള്ളത്. അതാണ് നമ്മുടെ മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ലോ പറയുന്നത്. CO-യും CO2 വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. CO2 അതിലെങ്ങനെയാ? കാർബണിന്റെ മാസ് 2 സിമിലർ അല്ലേ. കാർബണിന്റെ എന്താ? 12 ഗ്രാം, രണ്ടോടത്തും 12 ഗ്രാം. എന്നാൽ ഓക്സിജന്റെ ഒരിടത്ത് 16 ആണ്, ഒരിടത്ത് 32 ഗ്രാം ആണ്. അത് ഏത് റേഷ്യോയിൽ കോമ്പിനേഷൻ നടക്കുന്നതാ? 1:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഓക്സിജനുമായിട്ട് ഹൈഡ്രജൻ എന്ത് ചെയ്തിട്ടുള്ളത്? കോമ്പിനേഷൻ നടന്നിട്ടുള്ളത്. ഏത് ലോയാണ്? മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ലോയാണ് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ദെൻ അടുത്ത 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ഫ്രം ദ ഫോളോയിങ്. വളരെ സിമ്പിൾ ആണ് അല്ലെ. ഇതിൽ ഏതാണ് കറക്റ്റ് സെറ്റ് എന്നാണ്. എ എന്ന് പറയുന്നത് നോക്ക്, n=1 ആണ്. അപ്പൊ 1, l=0. l=0 ആണെങ്കിൽ എസ് ആണ്. എസ് ആണെങ്കിൽ m=0 വരുള്ളൂ അല്ലെ. ഓറിയന്റേഷൻ ഉണ്ടോ? ഇല്ല. then s=+1/2. അപ്പൊ 1s ആണ് ഫസ്റ്റത്തെ ഓർബിറ്റൽ. ഓക്കെ ആണ്. ക്വാണ്ടം നമ്പറിന്റെ അഡ്രസ്സിൽ ഒരു കുഴപ്പമില്ല. 1sന് പോസിബിൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടം നമ്പർ സെറ്റ് തന്നെയാണ് ഓപ്ഷൻ എയിലുള്ളത്. ഇനി നമുക്ക് ബാക്കി ഒന്ന് പരിശോധിച്ച് നോക്കാം. 2 ആണ്. 2 ആണ് മെയിൻ എനർജി ലെവൽ. ദെൻ l=2 ആണ്. l=0 ആണെങ്കിൽ S ആണ്. l=1 ആണെങ്കിൽ P ആണ്. l=2 ആണെങ്കിൽ D ആണ്. 2D എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ അഡ്രസ്സിൽ നമുക്ക് കിട്ടിയ സാധനം. എന്താ? 2D ആണ്. പോസിബിൾ ആണോ? 2D പോസിബിൾ ആണോ? അല്ല. അപ്പൊ ഇങ്ങനൊരു അഡ്രസ് ഇല്ല. ദെൻ n=3 ആണ്. 3 ഓക്കെ ആണ്. l=1 ആണ്. PU ഓക്കെ ആണ്, കുഴപ്പമില്ല. പക്ഷേ എമ്മിന്റെ വാല്യൂ നോക്കടാ. l=1 ആണെങ്കിൽ എമ്മിന്റെ പോസിബിൾ വാല്യൂസ് എങ്ങനെയാ നമ്മൾ പറയാ? എമ്മിന്റെ പോസിബിൾ വാല്യൂസ് നമ്മൾ പറയും -L മുതൽ +L വരെ മാത്രമേ അതിന് പോസിബിൾ വാല്യൂസ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ l=1 ആണെങ്കിൽ m എവിടെ മുതൽ എവിടെ വരെ വരും? -1 മുതൽ +1 വരെ അല്ലേ വരാൻ പാടുള്ളൂ. -1 വരാൻ കുഴപ്പമില്ല, 0 വരാൻ കുഴപ്പമില്ല, +1 വരാൻ കുഴപ്പമില്ല. എമ്മിന് ഈ 3 ഓറിയന്റേഷൻസും പോസിബിളാ. എന്നാൽ m=-2 അത് പോസിബിൾ ആണോ? അത് ഡീന്റെ ഓറിയന്റേഷനാ. അങ്ങനെ ഒരു സാധനം പോസിബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് പറയാം എമ്മിന്റെ വാല്യൂ നോക്കുമ്പോൾ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാം സി ഓപ്ഷനും തെറ്റാണ്. n=1 കുഴപ്പമില്ല. ദെൻ l=1 എന്ന് പറഞ്ഞാൽ 1ൽ P പോസിബിൾ ആണോ? ഇല്ല. അപ്പൊ ഈ സെറ്റും പോസിബിൾ അല്ല. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? എ സെറ്റാണ് നമ്മുടെ കറക്റ്റ് ക്വാണ്ടം നമ്പറിന്റെ സെറ്റ്. അതാണ് നമ്മുടെ കറക്റ്റ് അഡ്രസ് ഓഫ് ആൻ ഇലക്ട്രോൺ. 1s ഇലക്ട്രോൺ, 1sലെ ഇലക്ട്രോണ് 1sനെയാണ് അത് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. സ്കെച്ച് ദ ഷേപ്പ് ഓഫ് എ 2s ഓർബിറ്റൽ. ഷേപ്പ് നമുക്ക് 2s ഓർബിറ്റലിന്റെ ഷേപ്പ് വരക്കാനാണ് ക്വസ്റ്റ്യൻ. അതിൽ നമുക്ക് ആദ്യം അറിയേണ്ടത് എസ്സിനെ നമ്മൾ എങ്ങനെ വരക്കും? എസ് എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ ഷേപ്പ് ആണ്. എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ. ഇലക്ട്രോൺസിനെ കാണാനുള്ള ഒരു പ്രോബബിലിറ്റി ഏരിയ ആണ് അല്ലെ. ഈ ഒരു ഭാഗത്ത് സ്ഫെറിക്കൽ ആയിട്ടുള്ള എസ് എന്ന് പറയുന്ന ഓർബിറ്റൽ, ഇത് 1sനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 1sൽ സ്ഫെറിക്കൽ ആയിട്ടുള്ള ഒരു ഓർബിറ്റലില് എവിടെ വേണമെങ്കിലും നമുക്ക് ഇലക്ട്രോൺസിനെ കാണാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. എന്നാൽ നമ്മുടെ നോഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ψ² = 0, പ്രോബബിലിറ്റി ഡെൻസിറ്റി = 0. ഇലക്ട്രോണെ കാണാനുള്ള ചാൻസ് 0 ആയിട്ടുള്ള കേസുകളുണ്ട്. അതിന് നമ്മൾ നോഡുകളുടെ എണ്ണം കാണണം. നോഡുകളുടെ എണ്ണം കാണാൻ വേണ്ടിയിട്ട്, ടോട്ടൽ നോഡുകളുടെ എണ്ണം കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് n-1 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ദെൻ ഇവിടെ തന്നെ വേറെ നോഡും കൂടെ ഉണ്ട്. 2 ടൈപ്പ് നോഡും കൂടെ ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ മക്കളെ. റേഡിയൽ നോഡ് ഉണ്ട്, ആംഗുലാർ നോഡ് ഉണ്ട്. ആംഗുലാർ നോഡും റേഡിയൽ നോഡും കൂട്ടിയിട്ടാണ് നമ്മൾ ടോട്ടൽ നോഡ് n-1 എന്ന് പറയുന്നത്. ആംഗുലാർ നോഡും റേഡിയൽ നോഡും കാണാനുള്ള ഇക്വേഷൻ ചിലപ്പോൾ എക്സാമിന് അഥവാ ചോദിക്കാം. ഇതിന്റെ റേഡിയൽ നോഡുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം n -
L minus 1 ആണ് നമ്മുടെ റേഡിയൽ നോഡ് കാണാനുള്ള ഇക്വേഷൻ. N minus L minus 1 ആണ്. ദെൻ ആംഗുലാർ നോഡ് എന്ന് പറഞ്ഞാൽ എന്താണോ L, അതിന്റെ നമ്പർ എന്താണോ അത് തന്നെയാണ് നമ്മുടെ ആംഗുലാർ നോഡ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂട്ടിയതാണ് നമ്മുടെ ശരിക്കും ടോട്ടൽ നോഡ്. അപ്പൊ ടോട്ടൽ നോഡ് എന്താ? N minus L minus 1 പ്ലസ് L എന്ന് വെച്ചാൽ റേഡിയൽ നോഡ് പ്ലസ് ആംഗുലർ നോഡ്. അത് രണ്ടും കൂട്ടുമ്പോൾ എല്ലും എല്ലും പ്ലസും മൈനസും എല്ല് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ടോട്ടൽ നോഡ് ഈക്വൽ ടു N minus 1. അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ നോഡ് കാണാനുള്ള ഇക്വേഷൻ N minus 1 കിട്ടിയത്. നിങ്ങൾ മനസ്സിലാക്കണം, റേഡിയൽ നോഡ് എന്ന് ചിലപ്പോൾ എടുത്ത് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? N minus L minus 1 ചെയ്തിട്ട് റേഡിയൽ നോഡ് കണ്ടുപിടിക്കുക. ആംഗുലാർ നോഡാണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്താണോ എല്ലിന്റെ വാല്യൂ അത് തന്നെയാണ് നമ്മുടെ ആംഗുലാർ നോഡ് ആയിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മളോട് ചോദിച്ചത് 1s കുറിച്ചൊന്നുമല്ല, നമ്മളോട് ചോദിച്ചത് എന്താ? 2s ഓർബിറ്റലിനെ വരക്കാനാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2s വരക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നോഡ് ഉണ്ടോ എന്ന് നോക്കണം. നോഡ് എന്ന് പറഞ്ഞാൽ എന്താ? സൈസ് സ്ക്വയർ ഈക്വൽ ടു 0, പ്രോബബിലിറ്റി ഓഫ് ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോണെ കാണാൻ ചാൻസ് ഇല്ലാത്ത ഏരിയ നോഡ്. അതെന്താണ്? 2s ആണ്. അപ്പൊ നമ്മുടെ n എന്താ? 2s ആണെങ്കിൽ n-ന്റെ വാല്യൂ എന്താ മക്കളെ? 2 ആണ്. അപ്പൊ നമ്മുടെ ടോട്ടൽ നോഡ് എന്താ നമ്മൾ പറഞ്ഞത്? N minus 1 അല്ലേ? N minus 1 എന്ത് വരും? എത്ര നോഡ് ഉണ്ട്? 2 minus 1 നോഡ് ഉണ്ട്. ഒരു നോഡ് ഉണ്ട്, 2s ഒരു നോഡ് ഉണ്ട്. ഇനി നിങ്ങളോട് ചോദിക്കാണ് ഇതിന്റെ റേഡിയൽ നോഡ് എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? റേഡിയൽ നോഡ് ഈക്വൽ ടു നമ്മൾ പറയണം N minus L minus 1 ആണല്ലോ. അപ്പൊ n-ന്റെ വാല്യൂ 2 ആണല്ലോ. 2 മൈനസ് s-ന്റെ വാല്യൂ 0 അല്ലെങ്കിൽ l-ന്റെ വാല്യൂ ഇവിടെ എന്താ? N minus L ആണ്. L എന്ന് പറഞ്ഞാൽ 2s അല്ലേ? അപ്പൊ s ആയതുകൊണ്ട് l-ന്റെ വാല്യൂ എന്താ? 0 minus 1 ദാറ്റ് ഈക്വൽ ടു 2 minus 1 ദാറ്റ് ഈക്വൽ ടു 1. അപ്പൊ റേഡിയൽ നോഡും എന്ത് തന്നെയാണ്? 1 ആണ്. ഇനി ആംഗുലാർ നോഡ് ഇതിനുണ്ടോ? ആംഗുലാർ നോഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ? ആംഗുലാർ നോഡ് ഈക്വൽ ടു L തന്നെയല്ലേ? അപ്പൊ നമ്മുടെ 2s-ന്റെ l-ന്റെ വാല്യൂ എന്താ? 0 ആണ്. അപ്പൊ ഈ സാധനത്തിന് ആംഗുലാർ നോഡ് ഉണ്ടോ? ഇല്ല. ആകെയുള്ളത് ഒരു റേഡിയൽ നോഡാ, അതാണ് 1. അത് തന്നെയാണ് നമ്മുടെ ടോട്ടൽ നോഡായിട്ട് N minus 1 ചെയ്താൽ നമുക്ക് കിട്ടുക 1. ഒരു ഒറ്റ നോഡേ ഉള്ളൂ, അത് റേഡിയൽ നോഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു സ്ഥലത്ത് ഒരു നോഡ് അതിനുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇനി നമ്മൾ എങ്ങനെയാണ് 2s-ന്റെ ഷേപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. 2s-ന്റെ ഷേപ്പ് നോക്കും മക്കളെ, നമ്മൾ ഇങ്ങനെയാണ്. 1s ആണെങ്കിൽ നമ്മൾ അതിന്റെ ഇടയിൽ ഒരു നോഡും വരക്കില്ല. പക്ഷെ 2s നമ്മൾ കണ്ടു N minus 1 ചെയ്തു, 2 minus 1 ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയത് എന്താ? ഒരു നോഡ് ഉണ്ട് എന്നാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നോഡ് ഉണ്ടെങ്കിൽ ആ സ്ഫെറിക്കൽ ഷേപ്പ് വരക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു നോഡിനെ നമ്മൾ കാണണം. ഒന്നുമില്ലാത്തൊരു ബ്ലാങ്ക് ആയിട്ടുള്ള എംപ്റ്റി ആയിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ അവിടെ പറയും സൈസ് സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ദാറ്റ് ഈക്വൽ ടു 0, നോഡ് ഈക്വൽ ടു 1. ഒരു നോഡാണ് അതിനുള്ളത്. ഈ ഭാഗത്തിന് നമ്മൾ പറയും ഇതിന്റെ നോഡാണ്. അവിടെ ഇലക്ട്രോണെ കാണാനുള്ള ചാൻസ് ഇല്ല, അതുകൊണ്ട് അതിനൊരു നോഡ് ഉണ്ട്. N minus 1 ആയതുകൊണ്ട് ഒരു നോഡുള്ള രീതിയിലായിരിക്കണം നമ്മൾ 2s വരക്കേണ്ടത്. s-ന്റെ ഷേപ്പ് സ്ഫെറിക്കൽ ആണ്. അപ്പൊ സ്ഫെറിക്കൽ ഈ രീതിയിൽ വരച്ചാൽ പോരാ, അതിന്റെ ഇടയിലുള്ള ഈ നോഡിനെ നമ്മൾ കാണിക്കണം. 1 നോഡ് ഉണ്ട്, 2s-ന് 1 നോഡ്. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് XYZ എന്നുള്ള ആക്സസും കൂടെ കാണിച്ചാൽ നല്ലതാണ് കേട്ടോ. XYZ എന്ന് പറയുന്ന ആക്സസും കൂടെ കാണിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇത് 3s-നെ വെറുതെ ഞാൻ വരച്ചതാണ്, നിങ്ങൾ നോക്കുക. 3s എന്ന് പറഞ്ഞാൽ നോക്കൂ മക്കളെ, 3s-നെ വരക്കുമ്പോഴും s ആണ് സ്ഫെറിക്കൽ ആണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതിലും നോഡ് ഉണ്ടോ നോക്കണ്ടേ? അപ്പൊ 3s ആണെങ്കിൽ നമ്മുടെ നോഡിന്റെ ഇക്വേഷൻ N minus 1 ആണ്. അപ്പൊ നമ്മുടെ n എന്താ? 3 ആണ്. 3 minus 1 ഈക്വൽ ടു 2 ആണ്. ഇതിൽ എത്ര നോഡ് ഉണ്ട്? 2 നോഡ് ഉണ്ട്. 3 ഉണ്ടോ? ഇനി ഇതിലെ റേഡിയൽ നോഡ് ജസ്റ്റ് നിങ്ങൾ ഒന്ന് കണ്ട. റേഡിയൽ നോഡ് N minus L minus 1 അല്ലേ? നമ്മുടെ n ഈക്വൽ ടു 3 അല്ലേ? 3 minus L ഈക്വൽ ടു s ആയതുകൊണ്ട് 0 minus 1. അപ്പൊ റേഡിയൽ നോഡ് എത്രയാണ്? 2 ആണ്. ആംഗുലർ നോഡ് ഉണ്ടോ? ആംഗുലർ നോഡ് എന്ന് പറഞ്ഞാൽ എസ് അല്ലേ? എസ് ആംഗുലർ നോഡിന്റെ ഇക്വേഷൻ ജസ്റ്റ് എൽ ആണ്. എല്ലിന്റെ വാല്യൂ എന്താ? 0 ആണ്. അപ്പൊ ആംഗുലർ നോഡ് ഇല്ല. അപ്പൊ എത്ര നോഡാണുള്ളത്? 2 നോഡ്. ടോട്ടൽ നോഡ് 2. അത് റേഡിയൽ നോഡാണ് കേട്ടോ. 2 എന്ന് പറയുന്ന റേഡിയൽ നോഡാണ്. അപ്പൊ ജസ്റ്റ് നമ്മൾ N minus 1 ചെയ്താൽ മതി. വരക്കാനായിട്ട് നമ്മൾ N minus 1 ചെയ്താൽ മതി. എന്നാൽ നിങ്ങൾ റേഡിയൽ നോഡും ആംഗുലർ നോഡിന്റെ ഇക്വേഷനും കൂടെ മനസ്സിലാക്കി വെക്കാം. റേഡിയൽ നോഡ് N minus L minus 1, ആംഗുലർ നോഡ് ജസ്റ്റ് എല്ലിന്റെ വാല്യൂ എന്താണോ അത് തന്നെയാണ് അതിന്റെ ആംഗുലർ നോഡ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മൾ 3s വരച്ചപ്പോൾ നോക്കൂ, 2 നോഡ് ഉണ്ട്. അപ്പോൾ ഒരു സ്പേസിൽ ഇവിടെ സൈസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 ഉണ്ട്, ഇവിടെയും സൈസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു. അപ്പൊ 2 നോഡുകൾ കാണുന്നുണ്ടോ നിങ്ങൾ? അവിടെ ഇലക്ട്രോണെ കാണാൻ ചാൻസ് ഉള്ള ഈ ഓറഞ്ച് സ്പേസിൽ ഇലക്ട്രോണെ കാണാൻ ചാൻസ് ഉള്ള ഏരിയ. എന്നാൽ 1s നോക്കും, എല്ലായിടത്തും ഓറഞ്ചാണ്. അപ്പൊ അവിടെ എല്ലായിടത്തും ഇലക്ട്രോണെ കാണാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. എന്നാൽ ഇതിന്റെ ഇടയിൽ ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ട്, അവിടെ ഇലക്ട്രോണെ കാണാനുള്ള പ്രോബബിലിറ്റി ഇല്ല. ഇതിന് 2 പ്ലേസ് ഉണ്ട്. അങ്ങനത്തെ 3s-ന് 2 നോഡ് ഉണ്ട്, അവിടെ ഇലക്ട്രോണെ കാണാനുള്ള പ്രോബബിലിറ്റി ഇല്ല. ഓക്കെ അല്ലേ മക്കളെ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് കിട്ടും കേട്ടോ. വളരെ സിമ്പിൾ ആണ്. Then നെക്സ്റ്റ് ക്വസ്റ്റ്യനിലാണ് എനിക്ക് തോന്നുന്നത് അടുത്ത ക്വസ്റ്റ്യനിലാണ് നമ്മുടെ ഈ ഒരു ഇമേജ് കയറി വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഇതിന്റെ ക്വസ്റ്റ്യൻ വേറെയാണ്. ഇത് നമ്മുടെ മറ്റേ 11ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ കയറിയതാണ് കേട്ടോ.
ഇവിടെ നോക്ക് 12ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ മോഡേൺ പീരിയോഡിക് ലോ. വളരെ സിമ്പിൾ ആണ്, ക്ലാസിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. മോഡേൺ പീരിയോഡിക് ലോ എന്താണെന്ന്. മോഡേൺ പീരിയോഡിക് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹെൻറീസ് ലോയാണ്. എന്താ പറഞ്ഞത്? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. അറ്റോമിക് മാസ് എന്ന് എഴുതിയാൽ പൊട്ട തെറ്റാവും, അറ്റോമിക് നമ്പർ തന്നെ എഴുതണം അല്ലേ. അതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ലോ. ദെൻ റൈറ്റ് എനി 2 ലിമിറ്റേഷൻസ് ഓഫ് മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ. മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിൽ ഏതെങ്കിലും 2 ഡീമെറിറ്റ് എഴുതാനാണ്. നമുക്ക് ഏത് വേണമെങ്കിലും എഴുതാം. ഒരുപാട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ 4 5 പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും 2 എഴുതിയാൽ മതി. പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ഉണ്ട്, പൊസിഷൻ ഓഫ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്, പൊസിഷൻ ഓഫ് നോബിൾ ഗ്യാസസ് ഉണ്ട് അല്ലെ. അതേപോലെ സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സ് എല്ലാം ഒരേ ഗ്രൂപ്പിലാണെന്ന് പറഞ്ഞിട്ട് ഹാർഡ് മെറ്റലും സോഫ്റ്റ് മെറ്റലും മൂപ്പര് ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയ കാര്യം. അങ്ങനെ ഒരുപാട് ഡീമെറിറ്റ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. അതിലാണ് നമുക്ക് ഇവിടെ ഒരു മാർക്ക് കേട്ടോ. ഗീവ് റീസൺസ് ഫോർ ദ ഫോളോയിങ്. 2 കാര്യങ്ങളാണ്. ഈ 2 കാര്യം നിങ്ങൾ കറക്റ്റ് വായിച്ചിട്ട് അതിൻ്റെ 2ന്റെ റീസൺ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ. ക്വസ്റ്റ്യൻ എന്താ? Na+ ഈസ് സ്മോളർ ദാൻ Na ആറ്റം. നമുക്കറിയാം Na+ എന്ന് പറയുന്നത് സോഡിയം കാറ്റിയോൺ ആണ്. Na എന്ന് പറയുന്നത് അയാളുടെ ന്യൂട്രൽ അല്ലെങ്കിൽ പാരന്റ് ആറ്റം ആണ് അല്ലേ. അപ്പൊ Na എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 11 ആണ് അറ്റോമിക് നമ്പർ നമുക്കറിയാം. അപ്പൊ 11 പ്രോട്ടോൺ ആണ് അതിന്റെ സെൻട്രൽ ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? 2 8 1 ഇങ്ങനെയാണ് നമ്മുടെ ഉണ്ടാവുക, നമ്മുടെ സോഡിയം ആറ്റം ഉണ്ടാവുക അല്ലെ. 2 നമ്മൾ ഇലക്ട്രോൺസിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. 2 8 1 ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? സോഡിയം ആറ്റം. അതിൽ നിന്നാണ് നമ്മുടെ ആര് രൂപപ്പെടുന്നത്? നമ്മുടെ കാറ്റയോൺ. ഒരു ഇലക്ട്രോണെ ലോസ് ചെയ്തിട്ട് ഒരു ഇലക്ട്രോൺ പോയി കഴിയുന്നു, ഒരു ഇലക്ട്രോൺ ലോസ് ആവുന്നു. ഈ Na-യിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അയാൾ എന്തായിട്ട് മാറും? Na എന്തായിട്ട് മാറും? Na+ ആയിട്ട് മാറുന്നു. Na+ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ പോയി എന്നല്ലേ അർത്ഥം. അപ്പൊ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺ ഇല്ല. അപ്പൊ അവസാനത്തെ ഷെല്ല് നമ്മൾ വരക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ പറയുന്നു Na എന്ന് പറയുന്ന ആളും Na+ എന്ന് പറയുന്ന ആളെയും കമ്പയർ ചെയ്യുമ്പോൾ Na+ന് സൈസ് കുറവാണല്ലോ, കാറ്റുകൾ ചെറുതാണല്ലോ, കാറ്റിയോണുകൾ ചെറുതാണല്ലോ. അപ്പൊ കാറ്റിയോണുകൾ ചെറുതാവാൻ കാരണം അയാളുടെ പാരന്റ് ആറ്റം, ഇത് നമ്മൾ പറയും ന്യൂട്രൽ ആറ്റം, പാരന്റ് ആറ്റം, ചാർജ് ഇല്ലാത്ത ആറ്റം. അയാള് ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്ത് ഫോം ചെയ്ത കാറ്റിയോൺ എന്ന് പറയുന്ന Na+ന് ഇയാളെക്കാളും സൈസ് കുറവാണ്. അതിന്റെ കാരണം എന്താ? നമുക്കറിയാം ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണം 11 ഇലക്ട്രോൺസ് ആണ്. ഇവിടെ പ്രോട്ടോൺസിന്റെ എണ്ണം 11 പ്രോട്ടോൺസ് ആയിരുന്നു. എന്നാൽ ഇവിടെ ഒരു ഇലക്ട്രോൺ പോയില്ലടാ. അപ്പൊ ഇലക്ട്രോൺസിന്റെ എണ്ണം ഇവിടെ എത്രയായി കുറഞ്ഞു? 10 ഇലക്ട്രോൺ. ഇവിടെ പ്രോട്ടോൺസിന്റെ എണ്ണം എത്ര എണ്ണം തന്നെ ഉണ്ട്? 11 പ്രോട്ടോൺസ് തന്നെയുണ്ട്. ഇലക്ട്രോണിന്റെ എണ്ണത്തിലെ ചേഞ്ച് ഉള്ളൂ, എന്നാൽ പ്രോട്ടോണിന്റെ എണ്ണത്തിൽ ചേഞ്ച് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ ചാർജ് റിമെയിൻസ് സെയിം, ബട്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ ഡിക്രീസസ്. ഒരു കാറ്റിയോൺ ഫോം ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ് ചെയ്യുന്നു, ഇലക്ട്രോൺസിന്റെ എണ്ണം കുറയുന്നു. ഇവിടെ നോക്കാം 11 പ്രോട്ടോൺ 11 ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യുന്നു. ഇവിടെ 11 പ്രോട്ടോൺ അട്രാക്ട് ചെയ്യാൻ ആകെ 10 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. അപ്പൊ അട്രാക്ഷൻ കൂടൂലേ? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടൂലേ? അട്രാക്ഷൻ കൂടൂലേ? അട്രാക്ഷൻ കൂടിയ സൈസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതാണ് നമ്മൾ അവിടെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റിയതേ ഉള്ളൂ. എന്താണ്? കാറ്റിയോണുകളുടെ വലിപ്പം അയാളുടെ പാരന്റ് ആറ്റത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ കാറ്റിയോണിന്റെ വലിപ്പം കുറയാൻ കാരണം എന്താണെന്ന് കേട്ടോ. Then phosphorus form PCl5 but nitrogen cannot form NCl5. ഇതേത് ഭാഗടാ? Anomalous behavior of first element in a group. ഒരു എലമെന്റ്, ഒരു ഗ്രൂപ്പിനെ നമ്മൾ നോക്കുമ്പോൾ ആ ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റ് ആ ഗ്രൂപ്പിലെ ബാക്കിയുള്ള എലമെന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് അനോമലസ് ആണ്, കുറച്ച് വികൃതി തരങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അതിന്റെ റീസണുകൾ എന്താന്നൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ നോക്കേണ്ടത് നൈട്രജൻ കനോട്ട് ഫോം NCl5 എന്നാ. നൈട്രജൻ എന്ന് പറയുന്നത് 15ാമത്തെ ഗ്രൂപ്പിലെ നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി, ബിസ്മുത്ത് 15ാം ഗ്രൂപ്പ് എലമെന്റ്സാ. നൈട്രജൻ ഫോസ്ഫറസും ഒരേ ഗ്രൂപ്പ് എലമെന്റ്സാ. 15ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് നമ്മൾ പറയും നൈട്രജൻ ഫാമിലി അല്ലെങ്കിൽ നിക്കോജൻസ് എന്നൊക്കെ പറയും അല്ലേ. അപ്പൊ നൈട്രജൻ എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റാ. ഫസ്റ്റ് എലമെന്റിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? അനോമലസ് ബിഹേവിയർ ഉണ്ട്. നമുക്കറിയാം നൈട്രജൻ 7 ആണ്. നമുക്കറിയാം 1s2 2s2 2p3 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അവിടെ എന്തില്ല? വാക്കന്റ് ആയി കിടക്കുന്ന ഡി ഓർബിറ്റലുകൾ ഇല്ല. വാക്കന്റ് ഡി ഓർബിറ്റലുകൾ ഇവിടെ പ്രസന്റ് അല്ല. വാക്കന്റ് ഡി ഓർബിറ്റൽസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റൂല. 2s ഉം 2p അവിടെ കഴിഞ്ഞു. 2d എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? വാക്കന്റ് ആയി കിടക്കുന്ന 2d ഉണ്ടോ? ഇല്ല. വാക്കന്റ് ഡി ഓർബിറ്റൽസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇയാൾക്ക് വലിയ കോംപ്ലക്സുകളോ NCl5 പോലെയുള്ള കോമ്പൗണ്ടുകളോ ഫോം ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഫോസ്ഫറസിന് എന്ത് പറ്റും? ഫോസ്ഫറസിന് എന്തുണ്ട്? വാക്കന്റ് ഡി ഓർബിറ്റൽ ഉണ്ട്. അതുകൊണ്ട് അയാൾക്ക് എന്ത് ഫോം ചെയ്യാൻ പറ്റും? PCl5 ഫോം ചെയ്യാൻ പറ്റും. നമ്മുടെ ലാസ്റ്റ് പാർട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരൊറ്റ മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആ രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഓക്കെ അല്ലടാ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കട്ടെ.
കാൽക്കുലേറ്റ് പ്രോബ്ലം ആണ് അല്ലേ. നമ്മളെ സം ബേസിക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് 12 gram ഓഫ് കാർബൺ റിയാക്ട് കംപ്ലീറ്റ്ലി വിത്ത് ഓക്സിജൻ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നമ്മൾ അതിന്റെ ഇക്വേഷൻ എഴുതാൻ അറിയണം. കാർബൺ പ്ലസ് O2 ഗിവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എന്താ പറഞ്ഞത്? 12 gram കാർബണ് 12 gram കാർബൺ കംപ്ലീറ്റ്ലി റിയാക്ട് വിത്ത് ഓക്സിജൻ ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാണുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ എത്ര ഉണ്ടാവുന്നു എന്നാണ് കാണണ്ടേ. നമുക്കറിയാലോ കാർബൺ അറ്റോമിക് മാസ് 12 gram ആണെന്ന്. ഇവിടെ ഒരു കാർബൺ തന്നെയല്ലേ റിയാക്ട് ചെയ്യുന്നുള്ളൂ. കംപ്ലീറ്റ്ലി റിയാക്ട് വിത്ത് ഓക്സിജൻ 12 gram ആണ്. 12 gram റിയാക്ട് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാലോ. കാർബൺ അറ്റോമിക് മാസ് 12 പ്ലസ് ഓക്സിജൻ അറ്റോമിക് മാസ് 16. 16 പ്ലസ് ചെയ്താൽ പോരാ, 2 ഓക്സിജൻ ഉണ്ട്. 2 × 16 that equal to 44 gram CO2 produced. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണിന്റെ മാസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനാ. വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. മാസ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ആരുടെ മാസ് പെർസെൻറ്റേജ് ആണോ കാണേണ്ടത് അയാളുടെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ കോമ്പൗണ്ട് ഇൻറ്റു 100 ചെയ്താൽ മതി അല്ലേ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ടോട്ടൽ മാസ് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചു 44 ആണെന്ന്. നമുക്ക് കാണേണ്ട മാസ് പെർസെൻറ്റേജ് ആരുടെയാ? മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ആണ് കാണേണ്ടത്. ദെൻ കാർബണിന്റെ മാസ് നമുക്കറിയാം 12 ഡിവൈഡഡ് ബൈ 44 ഇൻറ്റു 100. സിമ്പിൾ അല്ലേ. അപ്പൊ നമുക്കത് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 27.27 അങ്ങനെ എത്രയോ ഒരു പെർസെന്റ് 27 ഏകദേശം ഒരു 27 തോന്നുന്നു. ഒരു 27 അത്ര ഒരു എറൗണ്ട് ആയിട്ടുള്ള ഒരു ആൻസർ ആകിട്ട് അത്രയും പെർസെൻറ്റേജ് കാർബൺ ആണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൽ ഉള്ളത് എന്നതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ 2 മാർക്ക് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ 2 മാർക്കിന്റെ പാർട്ട് കഴിഞ്ഞു. അതിൽ നമ്മൾ NE4 ഏതെങ്കിലും 4 ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ പബ്ലിക് എക്സാമിനൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അറിയാവുന്ന ആൻസറുകളെല്ലാം ടൈം ഉണ്ടെങ്കിൽ എഴുതി വെക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് ഏതാണോ അതിനെ നിങ്ങൾ അവർ പരിഗണിക്കുകയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ കിട്ടാവുന്ന അല്ലെങ്കിൽ അറിയില്ല എന്ന് കരുതാൻ തീരെ അറിയില്ലെങ്കിൽ മാത്രം അത് ഒഴിവാക്കി വിടാം. അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പറ്റുമെങ്കിൽ നമ്മളെല്ലാം അറ്റൻഡ് ചെയ്യാനാണ് പറയുക. കാരണം എന്നാലേ നമുക്ക് നല്ല സ്കോർ വാങ്ങാൻ പറ്റുള്ളൂ. ദെൻ 3 മാർക്കിന്റെ പാർട്ടാണ് ആൻസർ. NE4 ക്വസ്റ്റ്യൻ തന്നെയാണ്. 4 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ഈച്ച് ക്യാരിയേഴ്സ് 3 scores. 4 × 3 12 മാർക്കാണ് നമുക്ക് ആ ഒരു പാർട്ടിൽ കിട്ടുന്നത്. നമുക്ക് നോക്കാം 3 മാർക്കിന് നമ്മളോട് എന്തൊക്കെ വയ്യാവേലികളാണ് ചോദിച്ചത് നോക്കാം നമുക്ക് കേട്ടോ. 15ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല. വളരെ സിമ്പിളാണ്. നമ്മൾ ഈ ഭാഗം എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഞാൻ പറയാറുണ്ട് 3 മാർക്കിന് ചോദിക്കുന്ന ഭാഗമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന മാർക്കാണ്, കൊണ്ടുപോയി കളയരുത് എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചോദിച്ചു വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും തമ്മിലുള്ള റിലേഷൻ. വളരെ സിമ്പിളായിട്ട് നമുക്കറിയാം മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു N × എംപിരിക്കൽ ഫോർമുലയാണ്. N × എംപിരിക്കൽ ഫോർമുല. എന്താണ് ഈ N എന്നും കൂടെ അവിടെ എഴുതി വെക്കുക. N എന്താ? മോളിക്കുലാർ മാസ് ഓഫ് അല്ലെ മോളാർ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. എംപിരിക്കൽ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അയാളുടെ മാസ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് മോളാർ മാസ് നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും. ആ മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുലയുടെ മാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് N-ന്റെ വാല്യൂ കിട്ടും. ആ N × എംപിരിക്കൽ ഫോർമുല ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോളിക്കുലർ ഫോർമുല കാണാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? An organic compound contain 40% carbon, 6.66% hydrogen, 53.3% oxygen. By mass calculates its molecular mass of its molar mass 90 gram per mole ആണ് അല്ലേ. മോളാർ മാസ് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് മോളാർ മാസ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് വേപ്പർ ഡെൻസിറ്റി തരും. വേപ്പർ ഡെൻസിറ്റി തന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ വേപ്പർ ഡെൻസിറ്റി ആണ് തന്നിട്ടുള്ളത്. മോളാർ മാസ് ഡയറക്റ്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മോളാർ മാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കണം. 2 × വേപ്പർ ഡെൻസിറ്റി എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ഇവിടെ വേപ്പർ ഡെൻസിറ്റി ആണ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ മോളാർ മാസ്ക്ക് മാറ്റണം. അപ്പൊ മോളാർ മാസിനെ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ തന്ന വേപ്പർ ഡെൻസിറ്റി 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അത് തന്നെയാണ് ആ കോമ്പൗണ്ടിന്റെ എന്തെന്ന് പറയുന്നത്? മോളാർ മാസ്. അപ്പൊ വേപ്പർ ഡെൻസിറ്റി അഥവാ തന്നാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂല എന്ന് കരുതരുത്. അതിന് ജസ്റ്റ് 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് അതിനെ മോളാർ മാസ് ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ മോളാർ മാസ് നമുക്ക് കിട്ടും. മോളാർ മാസ് കിട്ടിയാലേ നമുക്ക് എന്ത് കാണാൻ പറ്റും? N-ന്റെ വാല്യൂ കാണാൻ പറ്റുള്ളൂ. എംപിരിക്കൽ ഫോർമുല നമ്മൾ കോളൊക്കെ വരച്ചിട്ട് കണ്ടുപിടിക്കും. എംപിരിക്കൽ ഫോർമുലയുടെ മാസും നമ്മൾ കണ്ടുപിടിക്കും. എന്നാൽ മോളാർ മാസ് കിട്ടിയാലേ നമുക്ക് N കാണാൻ പറ്റുള്ളൂ. അപ്പൊ മോളാർ മാസ് ഡയറക്റ്റ് എന്നാൽ കുഴപ്പമില്ല. വേപ്പർ ഡെൻസിറ്റി ആണ് തന്നതെങ്കിൽ നമ്മൾ 2 × വേപ്പർ ഡെൻസിറ്റി ചെയ്താലേ അത് മോളാർ മാസ് ആവുള്ളൂ. ദെൻ നമ്മളോട് ആ പ്രോബ്ലം ചെയ്യാനാണ് പറഞ്ഞത്. ജസ്റ്റ് ഞാൻ കോളം വരച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ്
കോളം വരച്ചിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നമ്പർ ഓഫ് മോൾസ് കണ്ടു 3.33, 6.66, 3.33 അതിൽ സ്മോളസ്റ്റ് എടുത്തുന്നു. സ്മോളസ്റ്റ് എടുത്തിട്ട് നമ്മൾ റേഷ്യോ കാണുന്നു. അപ്പോൾ 1:1 കിട്ടും. അപ്പം നമ്മുടെ എംപിരിക്കൽ ഫോർമുല നമുക്ക് എന്ത് കിട്ടും? CH2O ആണ്. എംപിരിക്കൽ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? എംപിരിക്കൽ ഫോർമുലയുടെ മാസ് കാൽക്കുലേറ്റ് ചെയ്യണം, EFM കാൽക്കുലേറ്റ് ചെയ്യണം. എംപിരിക്കൽ ഫോർമുലയുടെ മാസ് അപ്പം തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ Nന്റെ വാല്യൂ ആണ് N = മോളിക്കുലാർ ഫോർമുലയുടെ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുലയുടെ മാസ് ചെയ്തപ്പോൾ നമുക്ക് Nന്റെ വാല്യൂ വളരെ ഈസി ആയിട്ട് കിട്ടിയില്ലേ? അപ്പോൾ എംപിരിക്കൽ ഫോർമുലയുടെ മാസ് നോക്കൂ 30 എന്നാണ് നമ്മൾ ചെയ്തപ്പോൾ. CH2O അല്ലേ? CH2Oയുടെ എംപിരിക്കൽ ഫോർമുല മാസ് കാർബണിന്റെ 12, 2 × 1 ഹൈഡ്രജന്റെ H2, ഓക്സിജന്റെ 16. അപ്പോൾ എംപിരിക്കൽ ഫോർമുലയുടെ മാസ് നമുക്ക് എന്ത് കിട്ടി? 30 കിട്ടി. ഗിവൺ മോളിക്കുലർ മാസ് നമുക്ക് തന്നിട്ടുണ്ട് 90 ആണ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇനി വേപ്പർ ഡെൻസിറ്റി ആണ് തന്നിട്ടുണ്ടെങ്കിലോ നമ്മൾ 2 × വേപ്പർ ഡെൻസിറ്റി ചെയ്തിട്ട് അതിനെ മോളിക്കുലർ മാസ് ആക്കിയിട്ട് എഴുതും. Then N = 90 ഡിവൈഡഡ് ബൈ 30. മോളിക്കുലർ ഫോർമുലയുടെ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുലയുടെ മാസ് ദാറ്റ് = 3 ആണ്. അപ്പോൾ Nന്റെ വാല്യൂ 3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? N × എംപിരിക്കൽ ഫോർമുല, അതാണ് നമ്മുടെ മോളിക്കുലർ ഫോർമുല. അപ്പോൾ 3 × CH2O. അപ്പോൾ എങ്ങനെ 3 × CH2O? അപ്പോൾ C3 വരും. H2 അല്ലേ? അതിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 6 വരും. ദെൻ O3. ഇതാണ് നമ്മുടെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ 3 മാർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേടാ? Then structure of atom question ആണ്. State Heisenberg uncertainty principle direct question ആണ്. എന്താ Heisenberg uncertainty principle പറയുന്നത്? ഒരു correct impossible to determine എന്ത് ചെയ്യാൻ പാടില്ല? exact position and exact momentum of an electron അല്ലെങ്കിൽ microscopic particles electrons പോലെയുള്ള പാർട്ടിക്കിൾസിന്റെ മൊമെന്റവും പൊസിഷനും നമുക്ക് എക്സാക്ട് ആയിട്ട് ഒരേ ടൈമിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. അത് പറഞ്ഞ ലോ ആണ് എന്ത്? ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അതിന്റെ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ എഴുതാം? ΔX ΔP greater than or equal to h/4π. ഡെൽറ്റ പീനെ വേണമെങ്കിൽ നമുക്ക് എന്താക്കി മാറ്റാം? m∆v എന്നും വേണമെങ്കിൽ എഴുതാം. മാസിന്റെ വെലോസിറ്റി അല്ലേ? മൊമെന്റ് അല്ലേ? അപ്പോൾ മാസിന്റെ വെലോസിറ്റി ചേഞ്ച് ഇൻ വെലോസിറ്റി ആയിട്ട് ΔV ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ΔX എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആണ്. ΔP അല്ലെങ്കിൽ ΔV എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി. അപ്പോൾ ഒരു ഇലക്ട്രോണിന്റെ ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന്റെ എക്സാക്ട് പൊസിഷനും അയാളുടെ മൊമെന്റവും നമുക്ക് ഒരേ ടൈം എന്ത് ചെയ്യാൻ പറ്റില്ല? മെഷർ ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മുടെ ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. അതിനാണ് നമുക്ക് 1 മാർക്ക്. ദെൻ അടുത്ത 2 മാർക്കിന്റെ നമുക്ക് ചോദിച്ചത് കാൽക്കുലേറ്റ് ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോൺ. നമ്മൾ പറയുന്നത് ഇലക്ട്രോൺസിനൊക്കെ വേവ് നേച്ചർ ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചർ ആദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ നമ്മൾ എന്താ പറഞ്ഞത്? പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്. ഡി ബ്രോഗ്ലി പറയുകയാണ് ഇവർക്കൊക്കെ വേവ് നേച്ചർ ഉണ്ടെന്ന്. അപ്പൊ വേവ് നേച്ചർ കാണാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷൻ എന്താ? λ = h/mv എന്ന് പറയുന്ന നമ്മുടെ ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. അത് വെച്ചൊരു പ്രോബ്ലംസ് ചോദിക്കും. അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇലക്ട്രോൺ മൂവിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10 m/s. 10 m/s നമ്മുടെ ആര് മൂവ് ചെയ്യുന്നത്? നമ്മുടെ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇലക്ട്രോണിന്റെ മാസ് നമുക്ക് തന്നിട്ടില്ലെങ്കിലും നമുക്കറിയണം 9 × 10⁻31 കിലോഗ്രാം ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമുക്കറിയണം 6.626 × 10⁻34 ജൂൾ/സെക്കൻഡ് ആണ്. അതൊക്കെ നമുക്ക് അറിയേണ്ട കോൺസ്റ്റന്റ്. ചിലപ്പോൾ 1 മാർക്കിന് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ എഴുതാനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് വേവ് ലെങ്ത് ചോദിച്ചത്, വെലോസിറ്റി തന്നിട്ടുണ്ട് അല്ലെ? വെലോസിറ്റി തന്നിട്ടുണ്ട്, മാസ് നമുക്കറിയാം, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് നമുക്കറിയാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ ലാംഡയാണ്. അപ്പോൾ ലാംഡ കാണാൻ h തന്നിട്ടുണ്ട്, m തന്നിട്ടുണ്ട്, v തന്നിട്ടുണ്ട്. വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ജസ്റ്റ് അതിലേക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ മതി അല്ലെ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. h/mv ആണ്. h-ന്റെ വാല്യൂ നമുക്കറിയാം, m-ന്റെ വാല്യൂ അറിയാം, വെലോസിറ്റിയുടെ വാല്യൂ അറിയാം. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി വേവ് ലെങ്ത് കിട്ടും 7.36 × 10⁻5 മീറ്റർ ആണ്. 7.36 × 10⁻5 മീറ്റർ. അതാണ് നമ്മുടെ വേവ് ലെങ്ത് ഓഫ് ദാറ്റ് ഇലക്ട്രോൺ. ഓക്കെ, ആ ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് നമുക്ക് ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷൻ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ 3 മാർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടി. ഇതിനൊക്കെ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്തത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ. അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ്. ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ ബൈ. അയണൈസേഷൻ എൻതാൽപ്പി നൈട്രജനെയും ഓക്സിജനെയും കമ്പയർ ചെയ്യുമ്പോൾ നൈട്രജന് കൂടുതലാണല്ലോ. കാരണം എന്താ? ഇത് എവിടെ പറഞ്ഞതാ? നമ്മള് ഇലക്ട്രോണിക് നമ്മുടെ പീരിയഡിൽ അയണൈസേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ പറഞ്ഞപ്പോൾ നമ്മളൊരു ഗ്രാഫ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇങ്ങനെ പോണ ഒരു ഗ്രാഫ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നൈട്രജന്റെ അയണൈസേഷൻ എൻതാൽപ്പിയും ഓക്സിജന്റെ അയണൈസേഷൻ എൻതാൽപ്പിയും നമ്മളവിടെ കമ്പയർ ചെയ്തിരുന്നു. ബെർലിയത്തിന്റെ അയണൈസേഷൻ എൻതാൽപ്പിയും ബോറോന്റെ അയണൈസേഷൻ എൻതാൽപ്പിയും നമ്മളവിടെ കമ്പയർ ചെയ്തിരുന്നു. നൈട്രജന്റെ അറ്റോമിക് സൈസ് കൂടുതലാണ്, ഓക്സിജനേക്കാളും കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നൈട്രജന്റെ അയണൈസേഷൻ എൻതാൽപ്പി കുറയണം.
ഓക്സിജൻ അറ്റോമിക് സൈസ് കുറവാ, അപ്പൊ അട്രാക്ഷൻ കൂടും, അപ്പൊ അയണൈസേഷൻ എന്താൽപ്പി ഓക്സിജന് കൂടാ വേണ്ടത്. പക്ഷെ നൈട്രജനെ കമ്പയർ ചെയ്യുമ്പോൾ ഓക്സിജന്റെ അവിടെ ചെറിയൊരു വേരിയേഷൻ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ്? ഇതിന്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ നൈട്രജനെയും ഓക്സിജനെയും വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണല്ലോ, 1s2 2s2 2p3 ആണല്ലോ. നമ്മുടെ ഓക്സിജൻ 8 ആണല്ലോ, ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p4 ആണല്ലോ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും നൈട്രജന് ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പിയിൽ 3 എന്ന് പറഞ്ഞാൽ അത് ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അപ്പൊ പിയിൽ 6 ആണെങ്കിലും പിയിൽ 3 ആണെങ്കിലും അയാൾക്ക് എന്തുണ്ട്? ഒരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. ഡിയിൽ 5 ആണെങ്കിലും ഡിയിൽ 10 ആണെങ്കിലും അയാൾക്കൊരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്, നമ്മൾ പഠിച്ചതാ. അതുപോലെ ഇവിടെ നമുക്ക് പറയാം ഇയാൾക്ക് ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. എന്നാൽ ഓക്സിജനെ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇയാൾക്ക് ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്, ഇയാൾക്ക് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഇല്ലേ? അപ്പൊ അയാൾക്ക് സ്റ്റെബിലിറ്റി കൂടുതലല്ലേ? അപ്പൊ അയാൾ ഇലക്ട്രോണെ റിലീസ് ചെയ്യാൻ ഇഷ്ടപ്പെടുവോ? അപ്പൊ ഇലക്ട്രോണെ റിലീസ് ചെയ്യാൻ വേണ്ട എനർജി അല്ലേ അയണൈസേഷൻ എന്താൽപ്പി? അപ്പൊ ഇയാൾക്ക് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ട് നൈട്രജന് ഹാഫ് ഫീൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയതുകൊണ്ട് അയാളിൽ നിന്ന് ഒരു ഇലക്ട്രോണെ റിലീസ് ചെയ്യാൻ അയാൾക്ക് എന്താണ്? ഇഷ്ടമല്ല. അപ്പൊ അവൾക്ക് നമ്മുടെ ഒരു ഇലക്ട്രോണെ റിലീസ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ എനർജി വേണ്ടി വരും. അയാളുടെ അയണൈസേഷൻ എന്താൽപ്പിയുടെ വാല്യൂ അതുകൊണ്ടാണ് കുറച്ച് കൂടിയത്. ആരെ കമ്പയർ ചെയ്തപ്പോ? ഓക്സിജനെ കമ്പയർ ചെയ്തപ്പോ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും 1 മാർക്ക്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഓഫ് ക്ലോറിൻ ഈസ് മോർ നെഗറ്റീവ് ദാൻ ഫ്ലൂറിൻ. ഫ്ലോറിനെയും ക്ലോറിനെയും കമ്പയർ ചെയ്തപ്പോൾ ക്ലോറിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി മോർ നെഗറ്റീവ് ആണ് ഫ്ലോറിനേക്കാളും. അതിന് കാരണം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫ്ലോറിന് സൈസ് വളരെ കുറവാണ്, ക്ലോറിന് കുറച്ചും കൂടെ വളരെ സൈസ് കൂടുതലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈസ് കുറയുമ്പോൾ വരുന്ന ഇൻകമ്മിങ് ഇലക്ട്രോണോട് അഫിനിറ്റി കൂടും, റിലീസ് ചെയ്യുന്ന എനർജി കൂടുക ചെയ്യണ്ടേ. എന്നാൽ ഫ്ലോറിൻ്റെ കേസിൽ സൈസ് കുറഞ്ഞിട്ടും അയാൾ റിലീസ് ചെയ്യുന്ന എനർജി -328 കിലോ ജൂൾ പെർ മോളേ വരുന്നുള്ളൂ. നമ്മുടെ ഫ്ലോറിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയുടെ വാല്യൂ -328. എന്നാൽ നമ്മുടെ ക്ലോറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ -349 കിലോ ജൂൾ പെർ മോൾ അത്രയും എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു ഗ്രൂപ്പിലെ എലമെന്റ്സ് അല്ലേ ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസറ്റാറ്റിൻ. ഗ്രൂപ്പിൽ താഴ്ത്ത് വരും തോറും ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ് അറ്റോമിക് സൈസ് ഇൻക്രീസസ്. ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ നമുക്കറിയാം ആറ്റത്തിന്റെ വലിപ്പം കൂടുതലാണെങ്കിൽ ഇൻകമ്മിങ് ഇലക്ട്രോണോട് ഇയാൾക്കുള്ള അട്രാക്ഷനും കുറയും, അഫിനിറ്റി കുറയും. അയാൾക്ക് ഇൻകമ്മിങ് ഇലക്ട്രോണോട് അട്രാക്ഷൻ കുറഞ്ഞാൽ റിലീസ് ചെയ്യുന്ന എനർജി എന്ത് ചെയ്യും? കുറയും നമുക്കറിയാം. എന്നാൽ അറ്റോമിക് സൈസ് കുറഞ്ഞാലോ? അറ്റോമിക് സൈസ് കുറഞ്ഞാൽ ഇൻകമ്മിങ് ഇലക്ട്രോൺ ന്യൂക്ലിയസ് ഭയങ്കര അട്രാക്ട് ചെയ്യും. അപ്പൊ റിലീസ് ചെയ്യുന്ന എനർജി നന്നായിട്ട് കൂടും. അങ്ങനെ ഇരിക്കെ നമ്മൾ കരുതേണ്ട എന്താണ്? ഫ്ലോറിന്റെ സൈസ് അല്ലേ കുറവ്, ഫ്ലോറിനല്ലേ സൈസ് കുറവ്, ഫ്ലോറിനല്ലേ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി കൂടേണ്ടത്. എന്നാൽ ഫ്ലോറിന് -328 ഉള്ളൂ, ക്ലോറിൻ ആണെങ്കിൽ -349 കിലോ ജൂൾ പെർ മോൾ ആണല്ലോ. എന്തുകൊണ്ട്? അതിന്റെ റീസൺ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഫ്ലോറിന് വളരെ സ്മോളസ്റ്റ് സൈസാണ്. ഫ്ലോറിന്റെ 2 എന്ന് പറയുന്ന സെക്കൻഡ് ഷെല്ലിലോട്ടാണ് ആര് വരുന്നത്? ഇൻകമ്മിങ് ഇലക്ട്രോൺ വരുന്നത് 2 സെക്കൻഡ് ഷെല്ലിലോട്ടാണ്. എന്നാൽ ക്ലോറിന്റെ വരുന്നതോ? ക്ലോറിന് 3 ഷെല്ലുണ്ട് അല്ലെ. മൂന്നാമത്തെ ഷെല്ലിലോട്ടാണ് ആര് വരുന്നത്? ക്ലോറിന്റെ ഇൻകമ്മിങ് ഇലക്ട്രോൺ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കടാ, ഈ ചെറിയ ഷെല്ലിനാണ് 7 ഇലക്ട്രോൺസ് ഉള്ളത്. ഈ 7 ഇലക്ട്രോൺസിനും നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജാ. വരുന്ന ഇൻകമ്മിങ് ഇലക്ട്രോണും നെഗറ്റീവ് ചാർജാ. അപ്പൊ ഇലക്ട്രോൺ എന്തുണ്ടാവും? റിപ്പേർഷൻ ഉണ്ടാവും. അപ്പൊ അവർക്ക് വരുന്ന ഇൻകമ്മിങ് ഇലക്ട്രോണോട് അഫിനിറ്റി എന്തെങ്കിലും കുറച്ച് കുറയും. അഫിനിറ്റി കുറഞ്ഞാൽ റിലീസ് ചെയ്യുന്ന എനർജി കുറച്ച് കുറഞ്ഞു, -328 കിലോ ജൂൾ പെർ മോളെ. അത് നല്ല എനർജി തന്നെയാണ്. എന്നാൽ ക്ലോറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എന്നാൽ ക്ലോറിനിൽ മൂന്നാമത്തെ ഷെല്ലിലാണ് ഈ 7 ഇലക്ട്രോൺ നിൽക്കുന്നത്. മൂന്നാമത്തെ ഷെല്ലിന്റെ വലിപ്പം കുറച്ച് കൂടുതലാണ്. മൂന്നാമത്തെ ഷെല്ലിന് വലിപ്പം കൂടുതലായതുകൊണ്ട് അവിടെയാണ് ഈ 7 ഇലക്ട്രോൺ നിൽക്കുന്നത്. കുറച്ച് വലിയ ഷെല്ലല്ലേ, അപ്പൊ ഇലക്ട്രോൺ നിൽക്കാൻ ഒരു കുഴപ്പമില്ല, വാസ്റ്റ് നല്ല ഏരിയ ഉണ്ട്. അങ്ങോട്ടാണ് ഇൻകമ്മിങ് ഇലക്ട്രോൺ വരുന്നത്. അപ്പൊ അവിടെ റിപ്പേർഷനും എന്തെങ്കിലും കുറയും. കാരണം ഈ ഇലക്ട്രോൺ ഇവിടേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല, വലിയ ഷെല്ലാണ്. അവിടെ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലും വേറൊരു പുതിയ ഇലക്ട്രോൺ വന്നിട്ടൊന്നുമില്ല അല്ലെ. അപ്പൊ അവിടെ എനർജി അല്ലെങ്കിൽ ഇൻകമ്മിങ് ഇലക്ട്രോണോട് ഇവർ എന്തില്ല? റിപ്പേർഷൻ ഇല്ല. അതുകൊണ്ട് ഇവർക്ക് നല്ല അഫിനിറ്റി ഉണ്ട്. അതുകൊണ്ട് റിലീസ് ചെയ്യുന്ന എനർജി എന്ത് ചെയ്തു? കൂടി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ നോബിൾ ഗ്യാസസ് ഹാവ് വെരി ഹൈ അയണൈസേഷൻ എന്താൽപ്പി. അത് നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ പറയേണ്ടത് അല്ലെ. നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നിയോൺ ആയിക്കോട്ടെ. നിയോൺ എന്ന് പറഞ്ഞാൽ 10 അല്ലേ. നമുക്കറിയാം 1s2 2s2 2p6 ഹാഫ് ഫിൽഡോ ഫുള്ളി ഫിൽഡോ ആണെങ്കിൽ എക്സ്ട്രാ സ്റ്റെബിലിറ്റി നമ്മൾ പഠിച്ചു. നോബിൾ ഗ്യാസസ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, അവരെല്ലാം മോർ സ്റ്റേബിളാ. അവർക്ക് എന്താ? സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാ. 1s2 2s2 2p6. ആർഗണാണെങ്കിൽ എന്താ? 3p6 വരും. ഹീലി ആണെങ്കിൽ 1s2 വരും. അപ്പൊ ഇവർ എക്സ്ട്രാ സ്റ്റേബിളാ. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളും ഇവിടുന്ന് ഒരു ഇലക്ട്രോണെ റിലീസ് ചെയ്യാൻ എന്ത് ചെയ്യൂല? ഇഷ്ടപ്പെടൂല. അപ്പൊ അയാളുടെ അയണൈസേഷൻ എന്താൽപ്പിയുടെ വാല്യൂ അയാൾക്ക് എന്ത് ചെയ്യും?
കൂടും. അതുകൊണ്ടാണ് നോബിൾ ഗ്യാസസിന് വെരി ഹൈ അയണൈസേഷൻ എൻതാൽപ്പി ഉള്ളത്. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുന്നതാണ് ഞാൻ കരുതുന്നത്. ദെൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മുടെ സം ബേസിക് കൺസെപ്റ്റ്സ് അല്ലേ. സം ബേസിക് കൺസെപ്റ്റ് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ലിമിറ്റിംഗ് റിയേജന്റ് പ്രോബ്ലം നിങ്ങൾ പഠിക്കണം. ലിമിറ്റിംഗ് റിയേജന്റ് എന്താണെന്നൊക്കെ എഴുതാൻ ചോദിക്കുന്നത്. അവിടെ ചോദിച്ചു ഡിഫൈൻ ലിമിറ്റിംഗ് റിയേജന്റ്. എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ലിമിറ്റിംഗ് റിയേജന്റ് എന്താണ്? കംപ്ലീറ്റ് കൺസ്യൂമിങ് ആ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അതിൽ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ഷൻ ചെയ്ത് തീരുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ച പ്രോബ്ലം എന്താണ്? നമ്മുടെ മീഥേൻ ഗ്യാസിന്റെ കമ്പഷൻ ആണ് അല്ലെ. CH4 + 2H2 gives CO2 + 2H2O. നമ്മുടെ നമ്മുടെ CH4ന്റെ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ കത്താണ് അല്ലെ. CH4 കത്താണ് ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കത്തിയിട്ട് ആരൊക്കെ ഉണ്ടാവുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ഉണ്ടാവുന്നുണ്ട് അല്ലെ. പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് പ്രോഡക്റ്റ് CO2 H2O ആണ്. നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 16 ഗ്രാം CH4 റിയാക്ട് വിത്ത് 40 ഗ്രാം O2 ഐഡന്റിഫൈ ലിമിറ്റിംഗ് റിയേജന്റ് എന്നാ. അപ്പൊ എന്താ പറഞ്ഞത്? 16 ഗ്രാം CH4 കത്തുന്നത് എത്ര ഓക്സിജനുമായിട്ടാണ്? 40 ഗ്രാം O2 വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കാണണം? 40 ഗ്രാം O2 ആണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലെ. നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നോക്കുക. സ്റ്റാൻഡേർഡ് ഇക്വേഷനിലെ CH4 എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം തന്നെയാണ് നമുക്കറിയാം. കാർബണിന്റെ 12, ഹൈഡ്രജന്റെ 4, അപ്പൊ 12 + 4 16 ഗ്രാം തന്നെ. അപ്പൊ സ്റ്റാൻഡേർഡിൽ എന്താണ്? 16 ഗ്രാം CH4 തന്നെയാണ് കത്തുന്നത്. അവിടെ കത്താൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ഓക്സിജൻ യൂസ് ചെയ്യുന്നുണ്ട്? സ്റ്റാൻഡേർഡിൽ 2O2 എന്ന് പറഞ്ഞാൽ എന്താ? O2 എന്ന് പറഞ്ഞാൽ O2 ഒരു ഓക്സിജൻ 16, 2 ഓക്സിജൻ 32, 32 × 2 64 ഗ്രാം ഓക്സിജൻ ആണ് സ്റ്റാൻഡേർഡിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ 16 ഗ്രാം CH4 തന്നെയാണ് ഉള്ളത്. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തേ ഉള്ളൂ? 40 ഗ്രാം O2 തന്നെ ഉള്ളൂ അല്ലെ. 16 ഗ്രാമിന് നമ്മളോട് പറഞ്ഞു സ്റ്റാൻഡേർഡിൽ തന്നെ നമുക്കറിയാം 16 ഗ്രാം തന്നെയാണ്. 16 ഗ്രാം 64 വേണം. എന്നാൽ നമ്മുടെ കയ്യിലും 16 ഗ്രാം തന്നെയാണ്. അതിന് റിയാക്ട് ചെയ്യാൻ 40 ഗ്രാം O2 ഉള്ളൂ. പക്ഷെ എത്ര വേണം? 64 വേണം. അപ്പൊ അയാൾ എന്താണ്? 40 ഗ്രാം O2ന്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റിയാക്ഷൻ സ്റ്റോപ്പായി. അപ്പൊ നമ്മുടെ O2ന്റെ എമൗണ്ട് എന്താ അവിടെ? കുറവല്ലേ. അപ്പൊ O2 കഴിഞ്ഞില്ലേ? O2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിയാക്ഷൻ നടക്കുമോ? ഇല്ല. അപ്പൊ നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണ്? നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത് ആരാ മക്കളെ? O2. ആകെ 40 ഗ്രാമേ നമ്മൾ എടുത്തോളൂ 16 ഗ്രാമിന്. എന്നാൽ സ്റ്റാൻഡേർഡിൽ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും 16 ഗ്രാം CH4 64 ഗ്രാം O2 ഉണ്ടായാലേ അത് കംപ്ലീറ്റ് റിയാക്ഷൻ ആവുള്ളൂ. അപ്പൊ നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റ് ആരാ? O2 ആണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയല്ലോ. ദെൻ കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ്. ഇനി ഇവിടെ ഉണ്ടായ വാട്ടറിന്റെ എമൗണ്ട് കാണണം. അതിന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ട ലിമിറ്റിംഗ് റിയേജന്റ് ആരാന്നാ? O2 ആണ് ലിമിറ്റിംഗ് റിയേജന്റ് എങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് പ്രോഡക്റ്റ്. അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റിന്റെ മാസ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്? മാസ് ഓഫ് വാട്ടർ എത്രത്തോളം ഉണ്ടായി. പ്രൊഡക്റ്റിന്റെ മാസ് നമ്മൾ ഒരു റിയാക്ഷൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ റിയാക്ഷൻ നടക്കുന്നുണ്ടോ? അപ്പൊ O2 ആണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ടുള്ള O2ന്റെ അളവ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നർത്ഥം. അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റിന്റെ മാസ് വെച്ചിട്ട് വേണം നമ്മൾ മാസ് ഓഫ് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റ് O2 ആണല്ലോ. അപ്പൊ സ്റ്റാൻഡേർഡിൽ എത്ര O2 യൂസ് ചെയ്യുന്നത്? 64 ഗ്രാം O2യിൽ നിന്ന് നമുക്ക് സ്റ്റാൻഡേർഡിൽ കിട്ടുന്നത് എത്ര വാട്ടറാ? 2 × 18 അല്ലേ. H2O എന്ന് പറഞ്ഞാൽ 18 അല്ലേ. 2 + 16 18 × 2 അപ്പൊ 36 ഗ്രാം H2O ആണ് സ്റ്റാൻഡേർഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ മക്കളെ. എന്നാൽ നമ്മുടെ അടുത്തിൽ 64 ഗ്രാം O2 ഉണ്ടോ? സ്റ്റാൻഡേർഡിൽ 64 ഗ്രാം O2 യൂസ് ചെയ്താൽ 36 ഗ്രാം H2O ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള O2 എത്രയേ ഉള്ളൂ? 40 ഗ്രാം O2 ഉള്ളൂ. ഈ 40 ഗ്രാം O2 വെച്ചിട്ട് നമുക്ക് എത്ര H2O പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നല്ലേ നമ്മൾ കണ്ടേ. നമുക്ക് ജസ്റ്റ് റിലേഷനിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യോമെട്രിക്കലി അല്ലെങ്കിൽ മോൾ കൺസെപ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ 64/40 = 36/x ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കൂലേ? ക്രോസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ 40 × 36 / 64. അത് ചെയ്യുമ്പോൾ നമുക്ക് 22.5 ഗ്രാം H2O എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. വളരെ സിമ്പിൾ ആണല്ലേ. 3 മാർക്ക്. പിന്നെ ഡിഫൈൻ ലിമിറ്റിംഗ് റിയേജന്റ് ജസ്റ്റ് ഡിഫൈൻ ചെയ്യാനാ. ഒരു റിയാക്ഷനിൽ അത് കംപ്ലീറ്റ് കൺസ്യൂം ചെയ്ത് തീരുന്ന ആളെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുക. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കാം. ലിമിറ്റിംഗ് റിയേജന്റ് കിട്ടിക്കഴിഞ്ഞാൽ ലിമിറ്റിംഗ് റിയേജന്റ് സ്റ്റാൻഡേർഡിൽ എത്ര വാട്ടർ ഉണ്ടാക്കിയോ, നമ്മുടെ കയ്യിൽ എത്ര O2 ഉണ്ടോ അത് വെച്ചിട്ട് എത്ര H2O ഉണ്ടാക്കുന്നേ നമ്മൾ കാണാൻ പാടുള്ളൂ. അതാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. Then അടുത്ത ക്വസ്റ്റ്യൻ, what were the important observation and conclusions of Rutherford alpha particle scattering experiment? Alpha particle scattering experiment, Rutherfordന്റെ alpha particle scattering experiment ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിന്റെ കൺക്ലൂഷൻസും ഒബ്സർവേഷൻസും എഴുതാനാണ്. നിങ്ങൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലും 9th ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പഠിച്ചിട്ടുണ്ട്. ആൽഫ പാർട്ടിക്കിൾസ്, പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾസ് കടത്തിവിടുമ്പോൾ തിങ്ക് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ZNS ആയിട്ടുള്ള ഒരു സർക്കുലർ ലൂപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്.
ഫ്ലൂറസെന്റ് മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്തതാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആൽഫ പാർട്ടിക്കിൾസിനെ പാസ് ചെയ്യുമ്പോൾ തിൻ ഗോൾഡ് ഫോയിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഒബ്സർവേഷൻ കൺക്ലൂഷൻസ് എന്താ, മോസ്റ്റ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്താണ് അൺഡിഫ്ലക്റ്റ് ആയിട്ട് കുറേ എണ്ണം അൺഡിഫ്ലക്റ്റ് ആയിട്ട് കടന്നു പോകും. അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കിയ കൺക്ലൂഷൻ, മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഓഫ് ആറ്റം എന്ന് പറയുന്നത് എംറ്റി ആണ്. ആറ്റത്തിന്റെ ഒരുപാട് സ്ഥലങ്ങൾ എംറ്റി ആണ്, എംറ്റി ആയിട്ട് കിടക്കുകയാണെന്നാണ് നമ്മൾ അവിടുന്ന് കൺക്ലൂഷൻ നിർത്തേണ്ടത്. നമ്മളല്ല റുദർഫോർഡ് കൺക്ലൂഡ് ചെയ്തത്. ദെൻ ചില ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. സ്മോൾ ആംഗിളിൽ നമുക്ക് കുറേ എണ്ണം ഒരു ഡിഫ്ലക്ഷൻ ഇല്ലാതെ കടന്നു പോകുന്നു. ചില ആളുകൾ ഡിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ഡിഫ്ലക്ഷൻ നടക്കുന്നതുമായിട്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, അവിടെ ഒരു പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾ ആണല്ലോ കടന്നു പോകുന്നത്. അപ്പോൾ ഇതിൽ ന്യൂക്ലിയസിന് എന്തുവാണ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ പോസിറ്റീവ് ചാർജുകൾ വരുമ്പോൾ ചെറിയൊരു ഡിഫ്ലക്ഷൻ അവിടെ കാണാൻ പറ്റും. ദെൻ അത് 20,000 വളരെ കുറച്ചെണ്ണം, 1-2 ഫ്യൂ, വളരെ കുറച്ചില്ലേ, 20,000 ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്നൊക്കെ ബാക്കിലോട്ട് എന്ത് ചെയ്യുന്നു, ബാക്ക്വേർഡ് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, അതിലെ മോസ്റ്റ് ഓഫ് അതിൻ്റെ ന്യൂക്ലിയസ് ആണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അത് വളരെ സ്മോൾ ആണ്. അതിൽ തട്ടുന്ന റേസ് ആണ് എന്ത് ചെയ്യുന്നത്, ബാക്കോട്ട് എന്ത് ചെയ്യുന്നത്, ഡിഫ്ലക്ഷൻ നടക്കുന്നത്. അങ്ങനെ 3 ഒബ്സർവേഷൻ 3 കൺക്ലൂഷനും എഴുതിയാൽ നിങ്ങൾക്ക് 3 മാർക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. ഇനി നമുക്ക് ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. 22, 23 അതിൽ 4 മാർക്കാണുള്ളത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പാർട്ട്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നിന്ന് 3 എഴുതിയാൽ മതി. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ 3 എഴുതിയാൽ മതി. അതെല്ലാം തന്നെ വളരെ സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചത്. ഫസ്റ്റ് ബോർ ആറ്റം മോഡലിൻ്റെ മെയിൻ പോസ്റ്റ്ലേറ്റ്സ് ഏതാണ്, 2 മാർക്കിനാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഒരു 3-4 എന്തായാലും എഴുതി വെക്കണം. 4 എന്തായാലും എഴുതി വെക്കുക. 2 മാർക്കിനാണ് ചോദിച്ചതെങ്കിലും 4 എഴുതി വെക്കാം. മെയിൻ പോസ്റ്റ്ലേറ്റ്സ് ക്വാണ്ടൈസ്ഡ് ആണ്. പിന്നെ ഫിക്സ്ഡ് ഓർബിറ്റുകളുണ്ട്, ആറ്റത്തിന് ചുറ്റും ഫിക്സ്ഡ് ഓർബിറ്റലുകളുണ്ട്. പിന്നെ അതിൻ്റെ ആംഗുലർ മൊമെന്റം MVR = NH/2π ആണെന്നുള്ള ആ ഒരു പോസ്റ്റ്ലേറ്റ് എഴുതാം. പിന്നെ അവിടുന്ന് എനർജി ട്രാൻസിഷൻ അല്ലേ, അവിടെ എനർജി E2 - E1 hμ എന്നുള്ള ആ ഒരു സംഭവം. അപ്പോൾ നമുക്ക് പോസ്റ്റ്ലേറ്റ്സുകൾ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 1-2 നിങ്ങൾ എഴുതി വെച്ചാൽ മതി. പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡലിലെ. പിന്നെ അവിടെ ചോദിച്ചത് റേഡിയസ് ഓഫ് സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ലിഥിയം പ്ലസ്, ലിഥിയം 2+ അയോണിന്റെ സെക്കൻഡ് ഓർബിറ്റ് ആണ്. റേഡിയസ് ഓഫ് ദ സെക്കൻഡ് ഓർബിറ്റ് ഓഫ് Li2+ അയോൺ. അതിന്റെ ഇക്വേഷൻ നമുക്ക് അറിയണം. അയോണുകളുടെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സെക്കൻഡ് ഓർബിറ്റ് ആണ്. അപ്പോൾ n = 2 ആണ്. അപ്പോൾ നമ്മുടെ ആ ഇക്വേഷൻ നമുക്കറിയാം. റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ 0.529 × n²/z. ഇതാണ് നമ്മുടെ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ. ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ n = എന്തെടുക്കണം, 2 എടുക്കണം. നമ്മുടെ സെക്കൻഡ് ഓർബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്താണ്, z = 3 ആണ്. അപ്പോൾ n എന്ത് ചെയ്യുക, 3 എന്ന് വാല്യൂ കൊടുക്കുക. പിന്നെ ജസ്റ്റ് എന്ത് ചെയ്യാം, n ന് 2 എന്നാണ് കേട്ടോ, n 2 ആണ്, z അറ്റോമിക് നമ്പർ ആണ്, 3 എന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് 0.705 ആംസ്ട്രങ് അല്ലെങ്കിൽ 10⁻⁻10 അങ്ങനെ കിട്ടിയാലും കുഴപ്പമില്ല. അപ്പോൾ ഏകദേശം 0.705 ആംസ്ട്രങ് ആണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചേ പറ്റുള്ളൂ. 0.529 n²/z ആണ്. n എന്താണ്, ഏത് ഓർബിറ്റ് ആണ് നമ്മളോട് പറഞ്ഞിട്ട്, റേഡിയസ് ഓഫ് സെക്കൻഡ് ഓർബിറ്റ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ n = 2, z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ. ആംസ്ട്രങ്ങിലാണ് നമുക്കത് കിട്ടുന്നത് കേട്ടോ. പിന്നെ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്താണ്, പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്, നമുക്ക് 4 ക്വാണ്ടം നമ്പേഴ്സ് പഠിച്ചു. അപ്പോൾ ഒരു ആറ്റത്തിന്റെ ഏതെങ്കിലും ഓർബിറ്റലിൽ ഒരാറ്റത്തിന്റെ ഏത് ഇലക്ട്രോണും നമ്മൾ എടുക്കുകയാണെങ്കിലും ആ ഇലക്ട്രോണുകൾക്കെല്ലാം 4 സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് സെയിം ആവില്ല. അതിന്റെ അഡ്രസ്സിൽ എന്തായാലും വ്യത്യാസം ഉണ്ടാവും. ഏതെങ്കിലും ഒരു ക്വാണ്ടം നമ്പർ 3 മസ്റ്റ് എന്തായിരിക്കാം, സെയിം ആയിരിക്കാം. എന്നാൽ 4ാമത്തത് ഒരിക്കലും എന്താവില്ല, അത് സെയിം ആവില്ല. അതാണ് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് അല്ലേ. എന്തായാലും ഏതെങ്കിലും ഒന്ന് ഒപ്പോസിറ്റ് സ്പിന്നിലെങ്കിലും ആവും. ഒരു ഓർബിറ്റിലാവുമ്പോൾ ഒരു ഇലക്ട്രോൺ ഇങ്ങനെയാണെങ്കിൽ മറ്റേ ഇലക്ട്രോൺ ഇങ്ങനെയാവും. അപ്പോൾ ഇതിന്റെ സ്പിന്ന് ക്വാണ്ടം നമ്പർ +1/2 ആണെങ്കിൽ ഇതിന്റെ -1/2 ക്വാണ്ടം നമ്പറാണ്. അങ്ങനെ ഏത് എടുക്കുകയാണെങ്കിൽ ഇനിയിപ്പോ 2p3 ആണെന്ന് കരുതുക. 2p3 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ എല്ലാം എന്താണ്, ഒരേ എനർജിയാണ്, ഒക്കെയാണ്. ഇതിന്റെ എല്ലാം എന്താണ്, എല്ലാം +1/2 ഓർബിറ്റലാണ്. പക്ഷെ അതിന്റെ ഓറിയന്റേഷൻ മാറും. ഇത് -1, ഇത് 0, ഇത് +1 ആയിരിക്കും. അപ്പൊ m = -1 0 +1 അല്ലേ. അപ്പൊ ഏതെങ്കിലും ഒരു സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ എന്ത് ചെയ്യും, മാറും. 3 സെയിം ആവാം. 4ാമത്തത് അല്ലെങ്കിൽ 4 സിമിലർ ആയിട്ടുള്ള ഒരേ ആറ്റത്തിലെ ഇലക്ട്രോൺസിനെ നമുക്ക് കാണാൻ പറ്റൂല. ഒരു ഓർബിറ്റലിൽ നോക്കുകയാണെങ്കിൽ അതിൽ 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിൽ ഒരു ക്വാണ്ടം നമ്പർ എന്തായാലും അല്ല. ഇത് ഏത് ഇലക്ട്രോൺ എടുക്കുകയാണെങ്കിലും അതിന്റെ ഏതെങ്കിലും ഒരു ക്വാണ്ടം നമ്പർ എന്തായിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും എന്നാണ് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ മൊളാരിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഡിഫൈൻ മൊളാരിറ്റി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ, ഇങ്ങനെ തന്നെ എഴുതണം. സൊല്യൂഷൻ ഇൻ ലിറ്റർ തന്നെ എഴുതണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് മില്ലി ലിറ്റർ എഴുതണമെങ്കിൽ
1000 ചെയ്താൽ മതി. എന്നിട്ട് ഡിഫൈൻ മൊളാരിറ്റി ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു. ജസ്റ്റ് ഡിഫൈൻ ചെയ്തു. ദെൻ നമുക്ക് മൊളാരിറ്റി കാണാനാണ് ഒരു ക്വസ്റ്റ്യൻ. അതിൽ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ പ്രസന്റ് ഇൻ 0.0025. നമ്മൾ ഫിസിക്സിൽ വരുന്ന ഭാഗമാണ്. ഞങ്ങൾ ക്ലാസ്സിൽ എടുക്കുമ്പോൾ തന്നെ ഞാൻ പറയാറുണ്ട്, ഇത് ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇതിൽ എത്ര ഡിജിറ്റ് ഉണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്, 2ഉം 5ഉം മാത്രമേ ഉള്ളൂ. ദെൻ ബി ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 8 gram NaOH in 500 ml ഓഫ് സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷന്റെ വോളിയം 500 മില്ലിലിറ്ററിലാണ്. മില്ലിലിറ്റർ നമുക്ക് പറ്റില്ല, നമുക്ക് ലിറ്റർക്ക് മാറ്റണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മില്ലിലിറ്ററിലൊക്കെ ആണെങ്കിൽ അതിന് ലിറ്റർക്ക് മാറ്റണം. എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പിന്നെ 8 gram ഓഫ് NaOH എന്നാണ് നമ്മളോട് തന്നിട്ടുള്ളത്. 8 gram ഗിവൺ മാസ് ഓഫ് NaOH, സൊല്യൂട്ടിന്റെ മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ മോളാർ മാസ് ഓഫ് NaOH, സൊല്യൂട്ട് ആണല്ലോ നമ്മുടെ ഇവിടുത്തെ മാസ്, അല്ല സൊല്യൂട്ട് ആണല്ലോ NaOH ആണല്ലോ നമ്മുടെ ഇവിടുത്തെ സൊല്യൂട്ട്. അതിന്റെ മോളാർ മാസ് നമുക്ക് സോഡിയത്തിന്റെ 23 + 16 + 1 ചെയ്താൽ 40 ആണ് കിട്ടി. ദെൻ നമുക്ക് അവിടെ ആദ്യം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്. മൊളാരിറ്റി കാണണമെങ്കിൽ ആദ്യം നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കാണണം. നമ്മളിവിടുത്തെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ NaOH ആണ് നമ്മുടെ സൊല്യൂട്ട്. അപ്പൊ NaOHന്റെ ഗിവൺ മാസ് തന്നിട്ടുണ്ട്, അതിന്റെ മോളാർ മാസ് നമുക്ക് കാണാൻ പറ്റും 40 ആണ്. അപ്പൊ 8/40 ചെയ്താൽ ഇവിടെ എത്ര നമ്പർ ഓഫ് മോൾസ് CO2 NaOH ആണുള്ളത് നമുക്ക് ആദ്യം കാണാൻ പറ്റും. അത് ചെയ്താലേ നമുക്ക് ഇതിന്റെ മേളത്തെ ഭാഗം ആദ്യം കാണണം. മോൾസ് ഓഫ് സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആദ്യം കാണണം. അതിന് ഗിവൺ മാസിന്റെ മോളിക്കുലർ മാസ് നമുക്ക് കാണാനും അറിയാം. അപ്പൊ നമ്മൾ നമ്പർ ഓഫ് മോൾസ് ആദ്യം കണ്ടുപിടിക്കുകയാണ്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ചെയ്തപ്പോൾ 0.2 മോൾ ആണ് നമ്മുടെ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ്. ദെൻ നമ്മുടെ വോളിയം ഓഫ് സൊല്യൂഷൻ മില്ലിലിറ്ററിലാണ്, അതിനെ നമ്മൾ എന്തൊക്കെ മാറ്റി? ലിറ്റർക്ക് മാറ്റി, 0.5 ലിറ്റർ. ദെൻ കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഈക്വൽ ടു 0.2 ഡിവൈഡഡ് ബൈ 0.5 0.4 m. ഒന്നെങ്കിൽ ക്യാപിറ്റൽ എമ്മിൽ എഴുതാം, അല്ലെങ്കിൽ മോൾ പെർ ലിറ്റർ എഴുതാം. ഓക്കെ, 2 മാർക്ക്. 1 മാർക്കിന് നമുക്ക് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, വളരെ സിമ്പിൾ. 2 മാർക്കിന് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമുക്കറിയാം, 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് അതിലുള്ളത് നമുക്കറിയാം. ദെൻ നമ്മുടെ അടുത്തൊരു 22ാമത്തെ ക്വസ്റ്റ്യൻ 4 മാർക്കിന്, വാട്ട് യു മീൻ ബൈ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? എന്തിനാണ് നമ്മൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിക്കുക? വളരെ സിമ്പിൾ അല്ലേ? എന്തിനാണ് നമ്മൾ ഐസോ ഇലക്ട്രോണിക് പറയാം? ആറ്റംസ് ഓർ അയോൺസ് ഹാവിങ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ആറ്റം ആയിക്കോട്ടെ, ഇലക്ട്രോൺസ്, ആറ്റംസ് ആയിക്കോട്ടെ, അയോൺസ് ആയിക്കോട്ടെ, കാറ്റയോൺ ആയിക്കോട്ടെ, അനിയോൺ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്തായിരിക്കണം? ഐസോ ആയിരിക്കണം, സിമിലർ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുക. ഇനി താഴെ കുറച്ച് സ്പീഷീസ് തന്നിട്ടുണ്ട്, അതിൽ ഐസോ ഇലക്ട്രോണിക് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? Na+ ആണ്. Na+ എന്ന് പറഞ്ഞാൽ 11 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അതിൽ ഒരു ഇലക്ട്രോൺ പോയി എന്നല്ല. Na+ എന്ന് പറഞ്ഞാൽ അതിലുള്ളത് 10 ഇലക്ട്രോൺ. O2- ഓക്സിജന്റെ 8 അറ്റോമിക് നമ്പർ. 2- എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തു, അപ്പോൾ 10 ഇലക്ട്രോൺ. ഫ്ലൂറിൻ- എന്ന് പറഞ്ഞാൽ 9 ആണ് അറ്റോമിക് നമ്പർ, 1 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തു, 10 ഇലക്ട്രോൺ. Mg2+ എന്ന് പറഞ്ഞാൽ 12 ആണ് അറ്റോമിക് നമ്പർ, 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തു, 10 ഇലക്ട്രോൺ. അലുമിനിയം 3+ എന്ന് പറഞ്ഞാൽ 13 - 3 അല്ലേ, 10 ഇലക്ട്രോൺ. അലുമിനിയം 2+ എന്താ? 13ൽ നിന്ന് 2 ഇലക്ട്രോൺ കുറക്കണം, അപ്പോൾ 11 ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു അലുമിനിയം 2+ എന്തല്ല? ഐസോ ഇലക്ട്രോണിക് അല്ല. മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അയാൾ മാത്രം ഐസോ ഇലക്ട്രോണിക് അല്ല. ഐസോ ഇലക്ട്രോണിക് ഗ്രൂപ്പിൽ എല്ലാത്തിലും ഇതിൽ 10 ഇലക്ട്രോൺ വീതമാണുള്ളത്. Al2+ ഒഴികെ ബാക്കി എല്ലാവരും എന്താണ്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനെ സെലക്ട് ചെയ്തിട്ട് Al2+ അങ്ങോട്ട് എഴുതി ഒഴിവാക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ സൈസ് എഴുതണം. അലുമിനിയം 3+ ഏറ്റവും കാറ്റയോൺ സ്മോളസ്റ്റ് ആണ്. Mg2+, Na+, F-, O2-. ഏറ്റവും ബിഗ്ഗസ്റ്റ് ആരാ? O2-. ഏറ്റവും സ്മോളസ്റ്റ് ആരാ? അലുമിനിയം 3+. അത് നമ്മളോട് എടുത്ത് ചോദിച്ചിട്ടില്ല, എന്നാലും ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതാൻ പറയുമ്പോൾ ഈ ഒരു ചിഹ്നം ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വലിയ ഭാഗം ഇരിക്കേണ്ട O2- അടുത്ത് തന്നെ ആയിരിക്കണം. അതാണ് ഏറ്റവും വലുത്, ബിഗ്ഗർ ആനിയോൺ ആയിരിക്കും അല്ലേ. ദെൻ അടുത്ത ക്വസ്റ്റൻ എന്താ? വൈ ആനിയോൺസ് ആർ ബിഗർ ദാൻ ദെയർ പാരന്റ് ആറ്റം? നമ്മൾ കാറ്റയോണിന്റെ കാര്യം പറഞ്ഞു. ഇനി ആനിയോൺ എന്തുകൊണ്ടാണ് വലിപ്പം കൂടിയത് നമ്മൾ പറയുന്നുണ്ട്. അതിന് കാരണം എന്താ? അവിടെ ഇന്റർ ഇലക്ട്രോണിക് റിപ്പേർഷൻ കൂടും. ഇലക്ട്രോൺ വരുമ്പോൾ ഇലക്ട്രോണുകൾ തമ്മിലുള്ള റിപ്പേർഷൻ കൂടും അല്ലേ. അപ്പൊ റിപ്പേർഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യും? ആ ഷെല്ലിന് എക്സ്പാൻഷൻ സംഭവിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാം? വലിപ്പം കൂടാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുന്നു, ന്യൂക്ലിയർ ചാർജ് റിമെയിൻ സെയിം ആണ്, എന്നാൽ അവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നു, അട്രാക്ഷൻ കുറയുന്നു. അതുകൊണ്ട് നമ്മുടെ എന്ത് കൂടുന്നു? സൈസ് ഓഫ് ആനിയോൺ കൂടി എന്ന് പറയാം. ദെൻ നമ്മുടെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഉണ്ട് മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് യു മീൻ ബൈ ആൻ ഓർബിറ്റൽ? എന്താണ് ഒരു ഓർബിറ്റൽ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയത്? ഒരു ഓർബിറ്റൽ, S ഓർബിറ്റൽ, P ഓർബിറ്റൽ, D ഓർബിറ്റൽ, F ഓർബിറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? അതെന്ന് പറഞ്ഞാൽ എന്താ? ഒരു 3-dimensional റീജിയൻ ആണ്. ന്യൂക്ലിയസിന് ചുറ്റുള്ള ഒരു 3-dimensional റീജിയൻ ആണ്. അതിന് നമ്മൾ എന്താ പറയാ? അവിടെ പ്രൊബബിലിറ്റി ഓഫ് ഇലക്ട്രോൺസിന്റെ പ്രൊബബിലിറ്റി, ഇലക്ട്രോൺസിനെ കാണാനുള്ള സാധ്യതയാണ് നമുക്ക് ഓർബിറ്റൽ പറഞ്ഞിരുന്നത് അല്ലേ. അപ്പൊ S ഓർബിറ്റൽ ഉണ്ട്, P ഓർബിറ്റൽ ഉണ്ട്, അതിന്റെ ഷേപ്പുകളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒരു 3-dimensional സ്പേസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ആണ്. പ്രൊബബിലിറ്റി
ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോണെ കാണാനുള്ള ഏരിയയാണ്, ചാൻസ് ആണ്. അവിടെ നമുക്ക് ഇലക്ട്രോണെ കാണാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇലക്ട്രോൺസ് ഇങ്ങനെ ഓർബിറ്റിൽ കൂടെ ഇങ്ങനെ കടന്ന് കറങ്ങുകയാണെന്നൊന്നും ബോർ പറഞ്ഞ കൺസെപ്റ്റ് തെറ്റാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് വന്നത്. അപ്പൊ എന്താണ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ? എന്താ? ഓർബിറ്റൽ ഈസ് എ 3-dimensional region of space around the nucleus of an atom where the probability of finding electron is maximum. ഇലക്ട്രോൺസിനെ കാണാൻ ചാൻസ് ഉള്ള മാക്സിമം ചാൻസ് ഉള്ള ഏരിയയാണ് നമ്മുടെ ഓർബിറ്റൽ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഓർബിറ്റും ഓർബിറ്റലിനെയും എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്താണ് ഓർബിറ്റ്, എന്താണ് ഓർബിറ്റൽ? ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ബോർ പറഞ്ഞ പോലെ അതിന് ചുറ്റോറും നമ്മൾ വരക്കുന്ന വട്ടം അല്ലേ, വട്ടം ആയിട്ട് ഇങ്ങനെ വരക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? നമ്മൾ ഓർബിറ്റുകൾ എന്ന് പറയാം. ദെൻ ഓർബിറ്റൽ എന്താ? നമ്മുടെ എസ്, പി, ഇതിനൊക്കെ നമ്മൾ ഓർബിറ്റൽ എന്ന് പറയാം. അതിന്റെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ അടുത്ത ക്വസ്റ്റൻ എന്താ? ഹൗ മെനി ഓർബിറ്റൽസ് ആർ പ്രസന്റ് ഇൻ ഡി സബ്ഷെൽ? ഡി സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ് പോസിബിൾ ആണ്? ഡ്രോ എനി 2d ഓർബിറ്റൽസ്. ഏതെങ്കിലും 2 d ഓർബിറ്റൽസിനെ വരക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. നമുക്ക് വരക്കാം, വളരെ സിമ്പിൾ ആണല്ലേ. അതേ ഓർബിറ്റലും നമ്മൾ ഡിഫറൻസ് നോക്കാം. ഒന്ന് വെൽ ഡിഫൈൻഡ് സർക്കുലർ പാത്ത് ആണ്. ബോർ പറഞ്ഞ കൺസെപ്റ്റ് പ്രകാരം നമ്മൾ വരക്കുന്ന വട്ടം നാരങ്ങ എന്ന് പറയുന്ന പോലെ വട്ടം വരക്കുന്ന അല്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർബിറ്റ്. വെൽ ഡിഫൈൻഡ് സർക്കുലർ പാത്ത് ആൻഡ് ഇലക്ട്രോൺ റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ ചുറ്റോറും ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർബിറ്റ്. എന്നാൽ ഓർബിറ്റൽ എന്താ? ഒരു 3-dimensional റീജിയൻ ആണ്. ന്യൂക്ലിയസിന്റെ ചുറ്റോറും ഇലക്ട്രോൺസിനെ കാണാൻ ചാൻസ് ഉള്ള ഏരിയ. അവിടെ നമുക്ക് പ്രൊബബിലിറ്റിയെ പറയാൻ പറ്റുള്ളൂ. ഇലക്ട്രോൺസ് സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇലക്ട്രോണെ കാണാൻ ചാൻസ് ഉള്ള ഏരിയ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അത് പ്ലാനാർ ആണ്. അതൊരു പ്ലാനാർ ആയിട്ട് 2-dimensional ആയിട്ടാണ് നമ്മൾ ഓർബിറ്റ് വരക്കുക അല്ലെ. വട്ടം വരക്കുന്നത് 2-dimensional ആണ്. ബോറിന്റെ മോഡൽ കൺസെപ്റ്റ് ആണത്. പിന്നെ ഓൾ ഓർബിറ്റൽസ് ആർ സ്ട്രിക്ട്ലി സർക്കുലർ ആയിട്ടാണ് നമ്മൾ വരക്കാറുള്ളത്. എല്ലാത്തിനും സർക്കുലർ ഷേപ്പാണ്. ഓർബിറ്റുകളെല്ലാം സർക്കുലറാണ്. എന്നാൽ ഓർബിറ്റലോ 3-dimensional റെപ്രസെന്റേഷൻ ആണ്. അതെന്താണ്? ഓർബിറ്റൽ ഹാവ് ഡിഫറെന്റ് ഡയറക്ഷൻ ഷേപ്പ് ഉണ്ട് അല്ലെ. എസ് ആണെങ്കിൽ സ്ഫെരിക്കൽ ഉണ്ട്, പി ആണെങ്കിൽ ഡംബൽ ഉണ്ട്, ഡി ആണെങ്കിൽ ഡബിൾ ഡംബൽ ഉണ്ട്, എഫ് ആണെങ്കിൽ ഡിഫ്യൂസ്ഡ് ഷേപ്പ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർബിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് ചോദിച്ചത്. ദെൻ നമുക്ക് ഡി ഓർബിറ്റലിന് ഷേപ്പ് 5 ഉണ്ട്. എത്ര ഉണ്ട് എന്ന് ആദ്യം ചോദിച്ചു അല്ലേ. എന്നിട്ട് നമ്മളോട് ഇനി 2 വരക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇതിൽ ഏതും വരക്കാം. ബിറ്റ്വീൻ ദ ആക്സിസ് നോക്കൂ, എക്സും വൈന്റെ ഇടയിൽ കൂടെ ബിറ്റ്വീൻ ദ ആക്സിസിലൂടെയാണ് നമ്മൾ വരക്കുന്നെങ്കിൽ നമ്മൾ അതിന് എന്താ വിളിക്കുക? ഡി എക്സ് വൈ. അതിന്റെ ബിറ്റ്വീനിലൂടെയാണ് നമ്മൾ വരക്കുന്നെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് 3 ഓർബിറ്റൽസ് ആണ് കേട്ടോ. ഡിക്ക് 3 ഓർബിറ്റൽസ് ബിറ്റ്വീൻ ദ ആക്സിസിലൂടെയും 2 എലോങ് ദ ആക്സിസിലൂടെയാണ്. അപ്പൊ നോക്ക് 3 ഡി എക്സ് വൈ. എങ്ങനെ ഡി എക്സ് വൈ എങ്ങനെ വരക്കാം? എക്സ് വരക്കാം, വൈ ഇടുക, അതിന്റെ ഇൻ ബിറ്റ്വീനിലൂടെ നമ്മൾ ഡബിൾ വരക്കാം. ദെൻ ഡി വൈ സെഡ് ആണ് വരക്കുന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു വൈ ആക്സിസ് സെഡ് ആക്സിസ് വരക്കാം. ബിറ്റ്വീൻ ദ ആക്സിസിലൂടെ നമ്മൾ ഡബിൾ വരക്കാം. ഡി എക്സ് സെഡ് ആണെങ്കിൽ നമ്മൾ സെഡ് ആക്സിസ് വരക്കുക, എക്സ് ആക്സിസ് വരക്കുക, ബിറ്റ്വീൻ ദ ആക്സിസിലൂടെ ഡബിൾ വരക്കുക. ഇതിൽ ഏതെങ്കിലും 2 വരച്ചാൽ മതി. ഞാൻ 5 വരച്ചു തന്നിട്ടുണ്ട്. ദെൻ ഇതിന് നമ്മൾ പറയും ഇസെഡ് ആക്സിസ് ആണ് കേട്ടോ. ഇസെഡ് ആക്സിസിലൂടെ ഒരു ഡബലാണ്. പിന്നെ നമ്മളൊരു റൗണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അല്ലെ. ആ റൗണ്ടിന്റെ അർത്ഥം ഇവിടുന്ന് അങ്ങോട്ട് അല്ലെ, അങ്ങോട്ടൊരു ഡമ്പലും കൂടി ഉണ്ടെന്നാണ്. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങോട്ടൊരു ഡമ്പലും കൂടി ഉണ്ടെന്നാണ്. ഇതിന് നമ്മൾ അലോങ് ദ ആക്സിസ് ഓഫ് സെഡ് ആക്സിസിലൂടെ ആയതുകൊണ്ട് നമ്മൾ അതിനെ പറയും ഡി സെഡ് സ്ക്വയർ എന്നാണ് പറയുക കേട്ടോ. ഡി സെഡ് സ്ക്വയർ എന്ന് പറയും. ഇതിന് എക്സും വൈയും ആക്സിസ് ബിറ്റ്വീൻ ദ ആക്സിസിലൂടെ അല്ല, എലോങ് ദ ആക്സിസിലൂടെയാണ് നമ്മൾ ഡബിൾ വരച്ചതെങ്കിൽ നമ്മൾ അതിനെ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് വിളിക്കണം. ഇതിൽ ഏതെങ്കിലും 2 വരച്ചാൽ മതി. വളരെ 5 ഉണ്ട് എന്ന് എഴുതണം, എന്നിട്ട് വേണം നിങ്ങൾ 2 വരക്കാനായിട്ട് കേട്ടോ. ഏതെങ്കിലും 2 വരച്ചാൽ മതി. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്, ഇത്രയാണ് നമ്മുടെ ആൻസേഴ്സ്. ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് പഠിക്കുക. വീണ്ടും കണ്ടിട്ട് ലിമിറ്റിംഗ് റേഞ്ചിന്റെ പ്രോബ്ലംസും അതുപോലെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ പ്രോബ്ലംസും സം ബേസിക്കിലെ ഓരോ പ്രോബ്ലംസും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം നമ്മുടെ 40 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, താങ്ക് യു.